السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏറ്റവും പരമപ്രധാനമായ വിഷയം തൗഹീദ്. അതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വിവരിക്കുന്ന കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥമാണ് ഈ ദർസുകളിൽ നമ്മൾ വായിക്കാറുള്ളത്. കഴിഞ്ഞ ദർസിൽ എന്താണ് തൗഹീദ്, കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യമായി ഗ്രന്ഥകാരൻ ഷെയ്ഖ് അവർകൾ റഹിമഹുല്ലാഹ് അദ്ദേഹം ആദ്യമായി നൽകിയ ആയത്തിൻ്റെ വിശദീകരണം, ഇത്രയുമാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഇൻഷാ അല്ലാഹ് ദർസ് ആരംഭിക്കുന്ന രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്ന്, പുസ്തകം ആവശ്യമുള്ള ആളുകൾ കിതാബ് ദർസിലിരിക്കുന്ന സന്ദർഭത്തിൽ നോക്കി വായിക്കാൻ, പഠിക്കാൻ, പ്രത്യേകിച്ച് അറബി അറിയുന്ന, ഖുർആൻ വായിക്കാൻ അറിയുന്ന അറബി വാക്കുകൾ കുറച്ചൊക്കെ കേട്ടാൽ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ, സാധിക്കുമെങ്കിൽ കിതാബ് ഗ്രന്ഥം തന്നെ കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. ആർക്കെങ്കിലും പുസ്തകം ആവശ്യമുണ്ട് എങ്കിൽ നമ്മുടെ അനസിൻ്റെ അരികിൽ പേര് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നിങ്ങൾക്ക് പുസ്തകം കയ്യിൽ ലഭിക്കുന്നതാണ്. പേര് കൊടുത്ത ആളുകൾക്ക് മാത്രമേ പുസ്തകം കരുതുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇൻഷാ അല്ലാഹ് ദർസിൽ നമ്മൾ വായിക്കുന്ന ആയത്തുകൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ദർസിൽ ഞാൻ തന്നെ കിതാബ് വായിക്കുകയും ഞാൻ തന്നെ വിശദീകരണം പറയുകയും ചെയ്താൽ ഏതാണ് ഗ്രന്ഥത്തിൽ പറഞ്ഞ ആയത്തുകളെന്ന് മനസ്സിലാക്കുന്നതിന് പ്രയാസമുണ്ടായിരിക്കും. കിതാബ് ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ അനസ് വായിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ഓരോ ആയത്തുകൾ നിങ്ങൾ കേൾക്കാനും അത് വായിക്കേണ്ട രൂപം മനസ്സിലാക്കാനും ഇത് സഹായകമാണ്. മാത്രമല്ല, ഏതാണ് പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ, ഏതാണ് ദർസിൽ വിവരിക്കുന്നത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനും അത് സഹായിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമ്മൾ ബിസ്മില്ലാഹ് ആരംഭിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസല്ലം. കിതാബു തൗഹീദ്. വഖൗലുല്ലാഹി തആല വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. വഖൗലുഹു തആല വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഈ ആയത്താണ് രണ്ടാമത് കിതാബു തൗഹീദിൻ്റെ ആരംഭത്തിൽ ഗ്രന്ഥകർത്താവ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. വലഖദ് എന്ന വാക്ക് അറബിയിൽ ഒരു കാര്യം ഊന്നി പറയുന്നതിന്, അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് അറിയിക്കുന്നതിന്, ഒരു കാര്യം ശപഥം ചെയ്തു പറയുന്നതിന് പ്രയോഗിക്കുന്ന പദമാണ് വലഖദ്. വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത്. വലഖദ്, തീർച്ചയായും, ഉറപ്പായും, സംശയമില്ലാത്ത കാര്യമാണ് ഇനി പറയാനിരിക്കുന്നത്. വലഖദ് ബഅസ്ന, തീർച്ചയായും, ഉറപ്പായും, ബഅസ്ന, നാം നിയോഗിച്ചിരിക്കുന്നു.
നാം അയച്ചിരിക്കുന്നു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, തീർച്ചയായും നാം അയച്ചിരിക്കുന്നു ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിലേക്കും. ഏതെല്ലാം ഉമ്മത്തുകൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താനങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ എല്ലാ ഉമ്മത്തുകളിലേക്കും നാം നിയോഗിച്ചിട്ടുണ്ട്, നാം അയച്ചിട്ടുണ്ട്. ആരെ അയച്ചിട്ടുണ്ട്? വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പായും റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ, നബിമാരെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അയക്കപ്പെടാത്ത ഒരു നബിയും ഒരു ഉമ്മത്തുമില്ല. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു ഉമ്മത്തുമില്ല താക്കീതുകാർ വന്നെത്തിയിട്ടില്ലാത്ത അള്ളാഹുവിൻ്റെ സന്ദേശം എത്തിച്ചു നൽകുന്ന നബിമാർ വന്നെത്തിയിട്ടില്ലാത്ത ഒരു ഉമ്മത്തുമില്ല. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ആ നബിമാരുടെ ദൗത്യം? അവർക്ക് നാം വഹി നൽകിയ കാര്യം എന്തായിരുന്നു? അവർ തങ്ങളുടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്തായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. രണ്ട് കാര്യമാണ് അവരോട് പറഞ്ഞത്. അനിഅ്ബുദുല്ലാഹ്, ഒന്നാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതാണ്, അള്ളാഹുവിന് മാത്രം ആരാധനകൾ നൽകണമെന്നതാണ്. രണ്ടാമത്തെ കാര്യം വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കണമെന്നതാണ്. ഈ രണ്ട് കാര്യമാണ് എല്ലാ ഉമ്മത്തിലേക്കും നിയോഗിക്കപ്പെട്ട നബിമാർ അവരുടെ സമൂഹത്തോട് പരമപ്രധാനമായും പറഞ്ഞ കാര്യം. സൂറത്തുൻ നഹ്ലിലെ 36-ാമത്തെ ആയത്താണിത്. നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട ആയത്താണിത്. തൗഹീദ് എന്താണ് എന്ന് വിശദീകരിക്കുന്ന ആയത്താണിത്. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി നൽകുന്ന ആയത്താണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അനേകം പാഠങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാ ഉമ്മത്തിലേക്കും അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. കാരണം അവൻ റഹ്മാനാണ്, റഹീമാണ്. തൻ്റെ അടിമകൾക്ക് നിർദ്ദേശങ്ങൾ നൽകാതെ, ഉപദേശങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാതെ, ഏതാണ് അവർ സഞ്ചരിക്കേണ്ട വഴി എന്ന് പറഞ്ഞു കൊടുക്കാതെ, അവരെ പ്രയാസത്തിലാക്കുന്ന രൂപത്തിൽ അള്ളാഹു ഒരു വെറുതെ വിട്ടിട്ടില്ല. മറിച്ച് നബിമാരെ നിയോഗിക്കുകയും അവർക്കുള്ള വഴികൾ അള്ളാഹു എല്ലാ ഉമ്മത്തിലും പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബിമാരെ നിയോഗിച്ചതിന് പിന്നിലുള്ള ഹിക്മത്ത് എന്താണ്? ഈ ആയത്തിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനാണ് അള്ളാഹു നബിമാരെ നിയോഗിച്ചത്? അനിഅ്ബുദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ വജ്തനിബു എന്ന അറബി പദത്തിന്റെ അർത്ഥം നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കണമെന്ന് കൂടിയല്ല. ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ അത് മതിയായതാണ്. എന്നാൽ വജ്തനിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ താഗൂത്തുകളെ അകറ്റി നിർത്തണമെന്ന്. കുൻ ഫീ ജാനിബിൻ വത്താഗൂതു ഫീ ജാനിബ്, നീ ഒരു ജാനിബ്, അറബിയിൽ ജാനിബ് എന്ന് പറഞ്ഞാൽ ഒരു വശത്തിന് പറയും, ഒരു ഭാഗത്തിന് പറയും. നീ ഒരു ദിശയിലാണ് എങ്കിൽ, നീ ഒരു ഭാഗത്താണ് എങ്കിൽ താഗൂത്തുകൾ മറ്റൊരു ഭാഗത്താകണം. അവരുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല. അതാണ് വജ്തനിബുത് താഗൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം. നബിമാരെ അള്ളാഹു നിയോഗിച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം ഇതാണ്. ഈ രണ്ട് കാര്യം പറയലാണ്. ഉഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ. വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകളെ ഉപേക്ഷിക്കണം. ഇതാണ് എല്ലാ നബിമാരും പറഞ്ഞത്. ആ പറഞ്ഞതിൽ മറ്റൊരു കാര്യം കൂടി പഠിക്കാൻ പറ്റും. എല്ലാ നബിമാരുടെയും ദീൻ, അവരുടെ അടിത്തറ ഒന്നായിരുന്നു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുന മുഹമ്മദുൻ വഅലൈഹി അഫ്ളലു സ്വലാത്തി വഅതമ്മു തസ്ലീം. ഈ നബിമാരുടെ എല്ലാം ദീൻ ഒന്നായിരുന്നു. അവരുടെ ദീനിന്റെ അടിത്തറകളിൽ വ്യത്യാസമില്ല. അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിൽ വ്യത്യാസങ്ങളില്ല. അവർ പരലോകത്തെക്കുറിച്ച് അറിയിച്ച വിവരങ്ങളിൽ വ്യത്യാസങ്ങളില്ല.
അവരുടെ ദീനിന്റെ ഉസൂലുകൾ, അടിത്തറകൾ അവയെല്ലാം ഒരുപോലെയായിരുന്നു. അതിലെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. ഈസാ നബി ഏതൊരു ദീനിലേക്കാണോ ക്ഷണിച്ചത് അതേ ദീനിലേക്കാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ഷണിച്ചത്. ഈ പറഞ്ഞ പാഠങ്ങളെല്ലാം ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു ഉഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, വജ്തനിബുത് ത്വാഗൂത്ത്, ത്വാഗൂത്തിനെ ഉപേക്ഷിക്കണം, അകറ്റി നിർത്തണം. ചില ആളുകൾ ചോദിച്ചേക്കാം, നിങ്ങൾ ഈ ഉഅ്ബുദുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് എങ്ങനെയാണ് അർത്ഥം പറയുന്നത്? എവിടെ മാത്രം? ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ ഇബാദത്ത് എന്ന പേരിൽ നിങ്ങൾ ഏതൊരു സ്ഥലത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്ന് കാണുന്നുണ്ടോ അതുകൊണ്ടൊക്കെ ഉദ്ദേശം തൗഹീദാണ്. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഉദ്ദേശം. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഖുർആനിൽ എവിടെ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യൂ, ആരാധിക്കൂ എന്ന് കാണുന്നുണ്ടോ അതിൻ്റെ അർത്ഥം എന്തല്ല? അല്ലാഹുവിനെ ആരാധിക്കൂ എന്ന് മാത്രമല്ല, പിന്നെന്താ? അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ എന്ന്. എല്ലായിടത്തും കുല്ലു മാ വറദ ഫിൽ ഖുർആനി മിൻ ഇബാദ ഫൽ മുറാദു ബിഹി തൗഹീദ്. ഖുർആനിൽ വന്നിട്ടുള്ള ഇബാദത്തുകളെല്ലാം, ആ പദം വന്നിട്ടുള്ളതെല്ലാം തൗഹീദ് എന്ന അർത്ഥത്തിലാണ്. ഉഅ്ബുദുല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യൂ എന്നാണ്. അതല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിരുന്നു, മുൻപ് നമ്മൾ വിശദീകരിച്ചതുപോലെ. വജ്തനിബുത് ത്വാഗൂത്ത്, നിങ്ങൾ ത്വാഗൂത്തിനെ ഉപേക്ഷിക്കണം. എന്താണ് ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ? ത്വാഗൂത്തിന്റെ വിശദീകരണം പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു കാര്യം മാത്രം ഞാൻ ഇന്ന് പറയാം, മറ്റൊന്ന് ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു അവസരത്തിൽ പറയാം. ഇവ രണ്ടും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആശയക്കുഴപ്പമാകാതിരിക്കാൻ വേണ്ടിയാണ്. ത്വാഗൂത്ത് എന്നതിൻ്റെ വിശദീകരണത്തിൽ ഇമാമു ദാരിൽ ഹിജ്റ, മദീനയിലെ ഇമാമായിരുന്ന 4 മദ്ഹബിന്റെ ഇമാമുമാരിൽ രണ്ടാമത് എണ്ണപ്പെടുന്ന അൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിവരിച്ചുകൊണ്ട് പറഞ്ഞു, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് ഫഹുവ ത്വാഗൂത്ത്. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ, ഏതെല്ലാം വ്യക്തികളുണ്ടോ അവയെല്ലാം ത്വാഗൂത്താണ്. അല്ലാഹുവിന് ചില പണ്ഡിതന്മാർ പറഞ്ഞു, കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ അൻഹു. അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുകയും അതിൽ തൃപ്തി കാണിക്കുകയും ചെയ്യുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ത്വാഗൂത്തുകളാണ്. നബിമാരെയും മലക്കുകളെയും ഔലിയാക്കന്മാരെയും ഒക്കെ ത്വാഗൂത്ത് എന്ന് വിളിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവസാനത്തെ നിബന്ധന പറഞ്ഞത്. നബിമാർ ആരാധിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അവർ ത്വാഗൂത്താണോ? അല്ല, ഈ അർത്ഥത്തിൽ അവർ ത്വാഗൂത്തല്ല. അതുപോലെ ഔലിയാക്കന്മാർ ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ ത്വാഗൂത്തുകളാണ് എന്ന് നമ്മൾ പറയുമോ? ഇല്ല, ഈ അർത്ഥത്തിൽ അവർ ത്വാഗൂത്തുകളല്ല. മലായികത്തുകൾ ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവർ ത്വാഗൂത്തുകളല്ല. കാരണം അവർക്കൊന്നും അവരെ ഇബാദത്ത് ചെയ്യുന്നതിൽ തൃപ്തിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹ് വഹുവ റാദിൻ അൻഹു. ഒരാൾ അവന് ഇബാദത്ത് ചെയ്യുന്നത് കണ്ടിട്ട് അതിൽ തൃപ്തി അടയുകയും അതിൽ അവന് അനിഷ്ടം കാണിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ ത്വാഗൂത്താണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കൾ പല രൂപത്തിലുണ്ട്. ചില ആളുകൾ ഇബാദത്ത് ചെയ്യപ്പെടുന്നു, അവർക്ക് അതിൽ തൃപ്തിയുണ്ട്, അതിൽ ഇഷ്ടമുണ്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ അവർ അതിലേക്ക് ക്ഷണിക്കുന്നവരാണ്. ഒരാൾ തൻ്റെ മുൻപിൽ വന്ന് ഒരാൾ സുജൂദ് ചെയ്യുന്നത് കാണുന്നു, അപ്പൊ സുജൂദ് ചെയ്യുന്ന ആളെ തലയിലൊക്കെ തടവി, നല്ല കാര്യമാണ് ചെയ്തത്, നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് തനിക്ക് സുജൂദ് ചെയ്യാൻ ഒരാൾ ഇരുന്നു കൊടുത്താൽ അവൻ ത്വാഗൂത്താണ്. എന്തുകൊണ്ട്? സുജൂദ് ഇബാദത്താണ്, അല്ലാഹുവിന് മുൻപിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അത് തനിക്ക് മുൻപിൽ ഒരാൾ ചെയ്യുന്നത് കാണുമ്പോൾ ഒരാൾ അതിൽ തൃപ്തി അടഞ്ഞാൽ അവൻ ത്വാഗൂത്താണ്. അതുപോലെ ചില ആളുകൾ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട കാര്യങ്ങൾ തനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട് അങ്ങനെ ഇരിക്കും. പ്രപഞ്ചത്തെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഈ ഉസ്താദാണ്, ഈ ഉസ്താദ് അറിയാതെ ദുനിയാവിൽ ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ അങ്ങനെ ഇരിക്കാൻ, അയാൾ അതിനെ തിരുത്തുന്നില്ല, അതിനെതിരെ ഒന്നും പറയുന്നില്ല, അവൻ ത്വാഗൂത്താണ്.
അള്ളാഹുവിന് മാത്രം കഴിവുള്ള ഒരു കാര്യം തനിക്കുണ്ട് എന്ന് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നവൻ, അതിൽ തൃപ്തി അടയുന്നവൻ, അതിൽ ഇഷ്ടം കാണിക്കുന്നവൻ താഗൂത്താണ്. താഗൂത്തുകൾ പല രൂപത്തിലുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഇബ്ലീസ് താഗൂത്തുകളുടെ നേതാവാണ്, ലഅനത്തുല്ലാഹി അലൈഹി. അവനാണ് ജനങ്ങളെ ശിർക്കിലേക്കും കുഫറിലേക്കും നിഫാഖിലേക്കും തിന്മകളിലേക്കും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്കും ക്ഷണിക്കുന്നത്. ഫിർഔൻ ലഅനഹുല്ലാഹ്, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ, അവൻ താഗൂത്തുകൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഭാവി അറിയാമെന്ന് അവകാശപ്പെടുന്ന ജ്യോത്സ്യന്മാർ, മറഞ്ഞ കാര്യം അറിയുമെന്ന് പറയുന്ന ആളുകൾ, നമ്മുടെ നാട്ടിൽ ജിന്നുമ്മ, അതല്ലെങ്കിൽ ചില ആൾക്കാർ തങ്ങളുപ്പാപ്പ, ഇവർക്ക് എല്ലാ കാര്യം മറിഞ്ഞത് അറിയാൻ പറ്റും. അങ്ങനെ പറയുകയും അത് അവകാശപ്പെടുകയും ചെയ്യുന്നവർ താഗൂത്തുകളാണ്. കൊഹാനുകൾ, ജ്യോത്സ്യന്മാർ താഗൂത്തുകളാണ്. സാഹിറന്മാർ, മാരണം ചെയ്തു കൊടുക്കുന്നവർ താഗൂത്തുകളാണ്. ഇവരൊക്കെ അള്ളാഹുവിന് അർഹതപ്പെട്ട ഇബാദത്തുകൾ സ്വയം ഏറ്റുവാങ്ങുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നവരാണ് സാഹിറന്മാർ. ചിലപ്പോൾ പറയും, കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാരോട് പറയും, ഒരുത്തന് മറ്റൊരു പെണ്ണിനോട് പ്രേമമുണ്ട് എങ്കിൽ അവളെ നിനക്ക് വശീകരിച്ച് നൽകണമെങ്കിൽ ഇന്ന നാട്ടിലൊരു ചങ്ങാതി ഉണ്ട്, അയാളൊരു സാധനം തരാം, അത് കുടിപ്പിച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ അത് ചെയ്താൽ മതി. സാഹിറന്മാരാണ് അവർ. അവർ താഗൂത്തുകളാണ്. വജ്തനിബു താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകൾ അകറ്റി നിർത്തണം. അതുപോലെ തന്നെ നമ്മുടെ നാട് ധാരാളക്കണക്കിന് ആൾ ദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. അമ്മയും അച്ഛനും ഒക്കെ പല ആളുകളുണ്ട് ഇവിടെ. ഇങ്ങനെ ഇബാദത്തിനു വേണ്ടി ഇരുന്നു കൊടുക്കുന്നവർ താഗൂത്തുകളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, താഗൂത്ത് എന്ന ആ പദത്തിൽ നിന്ന് തന്നെ ഈ പറയുന്ന വിഭാഗം ആളുകളുടെ അവസ്ഥ അത് എത്ര ഗുരുതരമാണെന്ന് ബോധ്യപ്പെടും. അറബിയിൽ തഗ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിര് കവിയുന്നതിനാണ്. താഗൂത്തുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ അങ്ങേറ്റം അതിര് കവിഞ്ഞവരാണ്. അറബിയിൽ പൊതുവെ താഗൂത്ത് എന്ന ഈ പദം, ഈ പ്രയോഗം അത് പൊതുവെ വരാർ അങ്ങേറ്റം ഒരു കാര്യം എത്തുന്നതിനാണ് ഈ പദം ഉപയോഗിക്കുക. ഫഅലൂത്ത് എന്ന രൂപത്തിൽ പറയുന്ന പദങ്ങൾ. തഗ എന്ന് പറഞ്ഞാൽ തന്നെ അതിര് കവിയുക എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാ അതിരുകളും വിട്ടുകിടക്കുന്നതിനാണ് തഗ എന്ന് പറയുക. സൂറത്തുൽ ഹാഖയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ ലമ്മ തഗൽ മാഉ ഹമൽനാകും ഫിൽ ജാരിയ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ വെള്ളം അതിൻ്റെ അതിരുകളെല്ലാം ഭേദിച്ച് അടുപ്പുകളിൽ നിന്ന് വരെ വെള്ളത്തിന്റെ ഉറവ് പൊട്ടിയൊഴുകി എല്ലാ അതിരുകളും ലംഘിച്ചു വെള്ളം ഉയർന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ? ഇന്നാ ലമ്മ തഗൽ മാ, വെള്ളം അതിര് കവിഞ്ഞപ്പോൾ. അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ എല്ലാ അതിരുകളും ലംഘിച്ചവരാണ് താഗൂത്തുകൾ. വജ്തനിബു താഗൂത്ത്, നിങ്ങൾ താഗൂത്തുകൾ അകറ്റി നിർത്തണം. അവരോട് അടുപ്പമുണ്ടാകരുത്, അവരെ സ്നേഹിക്കരുത്, അവരെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കരുത്. അവരെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, അവരുടെ പ്രവൃത്തിയെ നിങ്ങൾ അംഗീകരിക്കരുത്. അവർ കുഫാറുകളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഒരു കാര്യം അതിനുവേണ്ടി അതിൽ നിന്ന് ജനങ്ങളെ അകറ്റുകയും അത് തങ്ങൾക്ക് വേണ്ടി അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ്. അത് വളരെ ഗുരുതരമായ തിന്മയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം. ഇത് ഒരു നിർവചനമാണ്. കുല്ലു മൻ ഉബിദ മിൻ ദൂനില്ലാഹി വഹുവ റാദിൻ അൻ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന അതിൽ തൃപ്തി അടയുന്ന ആളുകളൊക്കെ താഗൂത്തുകളാണ്. ചില ആളുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ ദൈവം എന്ന വാക്ക് എന്തിനും ഏതിനും ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഒരുത്തന് ഒരു കളിയിൽ കുറച്ച് വലിയ മേന്മയുള്ള ആൾ നന്നായി കളിക്കുമെങ്കിൽ അവൻ പറയും അവൻ ഈ ക്രിക്കറ്റിലെ ദൈവമാണ്, ഇവൻ ഇന്നതിലെ ദൈവമാണ്, ഇവൻ മറ്റേതിലെ ദൈവമാണ്. ദൈവം എന്ന വാക്ക് തമാശ പറയാനുള്ള വാക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനു മാത്രം അർഹതപ്പെട്ട ഇബാദത്തുകൾ, അവ മറ്റൊരാൾക്ക് അർഹതയുണ്ട് എന്ന് ദ്യോതിപ്പിക്കുന്ന വാക്കുകൾ ഒരു മുസ്ലിമായ ഒരാൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് പഠിക്കാവുന്ന രണ്ട് പാഠങ്ങൾ കൂടി പറയട്ടെ. ഒന്നാമത്തെ കാര്യം, തൗഹീദിന്റെ
രണ്ട് സ്തംഭങ്ങൾ വിവരിക്കപ്പെട്ട ആയത്താണിത്. തൗഹീദിന് രണ്ട് അടിത്തറകളുണ്ട്. ഈ രണ്ട് അടിത്തറകളില്ലാതെ ഒരാൾ മുവഹിദാവുകയില്ല, തൗഹീദുള്ളവനാവുകയില്ല. ഏതൊക്കെയാണ് ആ രണ്ട് അടിത്തറകൾ? ഈ ആയത്തിൽ എവിടെയാണതുള്ളത്? അള്ളാഹു പറയുന്നു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ്. ഒന്നാമത്തെ സ്തംഭമാണ്, തൗഹീദിന്റെ ഒന്നാമത്തെ തൂണാണ്. നീ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഒരാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തില്ലെങ്കിലോ തീർത്തും ഒരാളെയും ആരാധിക്കുന്നില്ല. അവൻ പറയും, ഞാൻ ഒരാളെയും ആരാധിക്കുന്നില്ല, ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞാൽ അവൻ തൗഹീദുള്ളവനാകോ? അവൻ പറയും, ഞാൻ ജാറത്തിൽ പോകുന്നില്ലല്ലോ, വിഗ്രഹത്തിന് ആരാധിക്കുന്നില്ലല്ലോ, അള്ളാഹു അല്ലാത്തൊരു അവൻ അള്ളാഹുവിനെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. അവൻ ആരാണ്? മുൽഹിദാൻ, നിരീശ്വരവാദിയാണ്. അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഗുരുതരമായ തിന്മയിൽ അകപ്പെട്ടയാണ്. ഒന്നാമത്തെ തൗഹീദിന്റെ സ്തംഭം അൻ ഇഅ്ബുദുല്ലാഹ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. അതിൽ എത്രമാത്രം നീ മുന്നിൽ പോകുന്നോ അത്രയും നീ അള്ളാഹുവിന്റെ അടിമയാകും. ഇബാദത്ത്, അബ്ദ് എന്നീ പദങ്ങൾ വളരെ അടുത്ത് നിൽക്കുന്നതാണ്. എത്രമാത്രം നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു അത്രയും നീ അള്ളാഹുവിന്റെ അബ്ദാകും, അടിമയാകും. രണ്ടാമത്തെ സ്തംഭം വജ്തനിബു ത്വാഗൂത്ത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യ വസ്തുക്കളെ ഉപേക്ഷിക്കണം. തൗഹീദിന്റെ രണ്ടാമത്തെ. ഒരാൾ പറയും, ഞാൻ അള്ളാഹു മാത്രം ആരാധിക്കുന്നുള്ളൂ, പക്ഷെ ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ എനിക്കതിൽ കുഴപ്പമില്ല. ചിലപ്പോൾ അവനും സ്വർഗം ലഭിച്ചേക്കും. അവനിപ്പോ സ്വർഗം കിട്ടിയാൽ എന്താ കുഴപ്പം? ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കട്ടെ, എല്ലാ നദികളും ചെന്നു ചേരുന്നത് അവസാനം സമുദ്രത്തിലേക്കാണല്ലോ, അതുപോലെ എന്തിനെ ആരാധിച്ചാലും നിങ്ങൾ അള്ളാഹുവിലേക്ക് തന്നെ ചെന്നെത്തും. ഞാൻ അള്ളാഹിനെ ആരാധിക്കുള്ളൂ, വേറെ ഉള്ളവൻ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ളതിനെ ആരാധിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞാൽ അവൻ തൗഹീദുള്ളവനല്ല. കാരണം തൗഹീദിന്റെ രണ്ട് സ്തംഭങ്ങളാണ് ഈ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അത് ഒരാൾ ഉപേക്ഷിച്ചാൽ നിരീശ്വരവാദിയാണ്. രണ്ട്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നതിന് ഉപേക്ഷിക്കണം, അത് ഒരാൾ കുറവ് വരുത്തിയാൽ മുശ്രിക്കാവും. ഇത് രണ്ടും തൗഹീദിന്റെ സ്തംഭങ്ങളാണ്. രണ്ടാമത്തെ പാഠം സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം തൗഹീദിലേക്കുള്ള ദഅവത്തിന്റെ പ്രാധാന്യമാണ്. എല്ലാ നബിമാരും തൗഹീദിലേക്ക് ക്ഷണിച്ചവരാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുൻപ് നാം ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല. എല്ലാ നബിമാരും അവർക്കെല്ലാം നാം വഹി നൽകിയ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചവരെ, മുഅ്മിനീങ്ങളെ, അള്ളാഹുൽ വിശ്വസിക്കുന്നവരെ, തൗഹീദ് പറഞ്ഞു കൊടുക്കുക, തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അത് മറ്റുള്ളവരെ അതിലേക്ക് ക്ഷണിക്കാൻ മടി കാണിക്കാത്ത ആളുകളായി നമ്മൾ മാറണം. പലപ്പോഴും ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ പറയും, തൗഹീദ് പറയുന്നത് കണ്ടാൽ നിങ്ങൾ എന്തിനാണ് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്, അകൽച്ചയുണ്ടാക്കുന്നത്, പ്രശ്നമുണ്ടാക്കുന്നത്? സഹോദരങ്ങളെ, എല്ലാ നബിമാരും അവരെല്ലാം അവരുടെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലേക്ക് വന്നു, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് പിണങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ചരിത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചിലതിൽ കാണാം, നൂഹ് നബി അദ്ദേഹം വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. തന്നെ നബിയാണെന്നാണ് പറയുന്നത്, നബിയാണ് അത്ര ഇരിക്കുന്നത്. ഭാര്യ അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നൂഹ് നബിയുടെ മുൻപിൽ വിശ്വാസിയാണ് എന്ന് പുറമേക്ക് നടിച്ചിരുന്നയാളായിരുന്നു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിക്കുകയും മഴ ശക്തമായി പെയ്യുകയും ചെയ്തപ്പോൾ ഈ മകൻ അവൻ്റെ ഉള്ളിലുള്ള നിഫാഖ് പുറത്തേക്ക് വന്നു. ഞാൻ പറഞ്ഞു, വാപ്പ, ഞാൻ ഈ പറഞ്ഞതിലൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നിങ്ങളുടെ കപ്പലിലൊന്നും കയറില്ല, ഞാൻ വല്ല പർവ്വതത്തിൻ്റെ മുകളിലോ മറ്റോ കയറി നിന്നുകൊള്ളാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ളവർ അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിലേക്ക് ഹിജ്റ പോയി.
പലായനം ചെയ്തു. നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നയാളാണ്. തൗഹീദ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അവർ പറയാത്ത വാക്കുകളില്ല. അവർ പറഞ്ഞു സാഹിറുൻ കദ്ദാബുൻ മജ്നൂനുൻ. സാഹിറാൻ, മരണക്കാരനാണ്, ഭ്രാന്തനാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടണോ, തൗഹീദിൻ്റെ കാര്യം പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുക. അതാണ് ഈ പറഞ്ഞ ആയത്തിൽ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. وقوله تعالى وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا وقوله تعالى واعبدوا الله. وقوله تعالى മൂന്നാമത് അദ്ദേഹം നൽകിയ ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 23 മുതലുള്ള ആയത്തുകളാണ്. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. وقضى ربك, നിന്റെ റബ്ബ് ഖദാ നടത്തിയിരിക്കുന്നു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഖദാ എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഖദാഉൻ കൗനി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രപഞ്ചത്തിൽ നടത്തുന്ന വിധികൾ, നിർണയങ്ങൾ, തീരുമാനങ്ങൾ. സൂര്യൻ ഉദിക്കണം, ചന്ദ്രൻ ഉദിക്കണം, ഇവ അസ്തമിക്കണം, ഭൂമി അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാകണം, മഴ പെയ്യണം, മനുഷ്യർ ജനിക്കണം, മരിക്കണം. ഇതെല്ലാം ഖദാഉൻ കൗനി, അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ വിധികളാണ്. ഞാൻ ഈ കൈ ചലിപ്പിക്കുന്നത് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതാണ്. അള്ളാഹുവിൻ്റെ വിധി പ്രകാരമല്ലാതെ ഒരു ഇല പോലും അതിൻ്റെ വൃക്ഷത്തിൽ നിന്ന് താഴോട്ട് വീഴുന്നില്ല. ഇത് ഖദാഉൻ കൗനി എന്നതിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധിയാണ്. അതാണ് ഖദാ ഖദർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഖദാ അതാണ്. അള്ളാഹുവിൻ്റെ ഖദാഇൽ വിശ്വസിക്കണമെന്ന് പറയാറില്ലേ, ആ ഖദാ ഏതാണ്? ഇത് പ്രപഞ്ചത്തിൻ്റെ വിധികളാണ്, ദുനിയാവിൽ നടക്കാൻ അള്ളാഹു തീരുമാനിച്ച കാര്യം. രണ്ടാമത്തേത് ഖദാഉൻ ശർഈ, അള്ളാഹുവിൻ്റെ മതപരമായ വിധികളാണ്. ഉദാഹരണത്തിന് നിസ്കരിക്കണം, അത് അള്ളാഹു മതത്തിൽ വിധിച്ച കാര്യമാണ്. സകാത്ത് കൊടുക്കണം, തൗഹീദ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ അള്ളാഹു ദീനിൽ വിധിച്ച വിധികളാണ്. അതും അള്ളാഹുവിൻ്റെ ഖദാ ആണ്, വിധികളാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വിശ്വാസം? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികമായ വിധികളിൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും സംഭവിക്കുന്നതാണ്. ഉദാഹരണത്തിന് മുഅ്മിനായ ഒരാൾ, അയാൾക്ക് പ്രയാസം അനുഭവിക്കണം ദുനിയാവിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചിലപ്പോൾ വിധിക്കുന്നതാണ്. ഒരു മുഅ്മിൻ പ്രയാസപ്പെടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണോ? അല്ല. മുസ്ലിമീങ്ങൾ അവർക്ക് ചില സന്ദർഭങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു, പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇത് അള്ളാഹുവിന് തൃപ്തികരമായ കാര്യമാണോ? അല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും വിധിക്കുന്നതാണ്, ദുനിയാവിലെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ. ഇത് രണ്ടും നന്നായി മനസ്സിലാക്കണം. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിലെ വിധികൾ അവന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും. നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമുള്ള വിധി മാത്രമാണ്. നോമ്പ് നോൽക്കണമെന്ന് പറഞ്ഞു, അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് രണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത്? ഇത് പ്രപഞ്ചത്തിലെ വിധിയാണ്. പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവൻ്റെ സൃഷ്ടികൾക്ക് വിധിക്കുന്ന തീരുമാനങ്ങളിൽ അവന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഉണ്ടായിരിക്കും. എന്നാൽ അള്ളാഹു അവൻ്റെ മതത്തിൽ വിധിച്ച വിധികൾ, പറഞ്ഞു തന്ന കൽപ്പനകൾ, അവ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും. ഇത് മനസ്സിലാക്കിയാൽ ഖദാ ഖദറിലുള്ള പല ആശയക്കുഴപ്പങ്ങളും നീങ്ങുന്നതാണ്. ചില ആളുകൾ ചോദിക്കും, അള്ളാഹുവിന് ഈ കാണുന്ന ആളുകൾ പ്രയാസം അനുഭവിക്കുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്, പിന്നെ എന്തേ അള്ളാഹു അത് സഹായിക്കാത്തത്? പ്രപഞ്ചത്തിലെ കാര്യമാണ്. ഇതിനു പിന്നിൽ അള്ളാഹുവിന് മഹത്തരമായ ഒരു ഹിക്മത്തുണ്ട്. ഇവിടെ മനുഷ്യൻ പ്രയാസം അനുഭവിക്കുന്നതിനും
പരാജയങ്ങൾ ഉണ്ടാകുന്നതിനും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതിനുമെല്ലാം അതിന് കാരണങ്ങളുണ്ട്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞ വിധി ഏതാണ്? പ്രപഞ്ചത്തിലെ വിധിയാണോ അല്ല ദീനിലെ വിധിയാണോ? ഇത് ദീനിലെ വിധിയാണ്. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ പ്രയോഗിച്ച പദം നോക്കൂ നിങ്ങൾ. വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ എൻ്റെ സഹോദര, നമ്മുടെ ഹൃദയം തിന്മകൾ കൊണ്ട് നമ്മൾ വൃത്തികേടാക്കിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകുന്നതാണ്. ആരാണ് നിന്റെ റബ്ബ്? അവനാണ് നിന്നെ പടച്ചത്, അവനാണ് നിനക്ക് ആരോഗ്യം നൽകിയത്, നീ ഇപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു നിനക്ക് സംവിധാനിച്ചു നൽകിയത്, നിനക്ക് ആയുസ് നൽകിയത്, നിഅമത്തുകൾ നൽകിയത്, അവനാണ് നിന്റെ റബ്ബ്. റബ്ബുക, നിന്റെ റബ്ബ്. മക്കൾ എന്തെങ്കിലും അനുസരിക്കാതെ വന്നാൽ അവരോട് ആളുകൾ പറയും, മോനെ നിന്റെ വാപ്പയല്ലേ പറയുന്നത്, വാപ്പ് നിനക്ക് ഇന്നൊക്കെ ചെയ്തെന്ന ആളല്ലേ, വാപ്പ് പറയുന്നത് അനുസരിക്കുന്നു പറയില്ലേ? വഖദാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. അവൻ ആരാണ്? നിന്നെ പടച്ചവനാണ്, നിനക്ക് റിസ്ക് നൽകിയവനാണ്, നിനക്ക് എല്ലാ നിഅമത്തുകളും നൽകി. അവൻ വിധിച്ചിരിക്കുന്നു. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്. എന്താണ് അല്ലാഹുവിൻ്റെ വിധി? അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ നേരെ അർത്ഥമാണ് പറഞ്ഞത്. അല്ലാ തഅബുദു, നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ആർക്കു വേണ്ടിയല്ലാതെ? ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ. ഇബാദത്ത് നിങ്ങൾ ചെയ്യുകയാണോ അല്ലാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോക്കൂ, ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണ്? വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമത്തെ കൽപ്പന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇഹ്സാൻ പാലിക്കുന്നവരാകണം, നന്മയിൽ വർത്തിക്കുന്നവരാകണം. അള്ളാഹുവിനോടുള്ള ബാധ്യതകളോടൊപ്പമാണ് മാതാപിതാക്കളുടെ ബാധ്യത. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എല്ലാ ബാധ്യതകളെക്കാളും മുകളിലുള്ളത്. നിന്റെ മാതാവിനോടും പിതാവിനോടും ഉള്ളതിനേക്കാൾ നിനക്ക് ബാധ്യതയുള്ളത് നിന്റെ റബ്ബിനോടാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുള്ള വാക്കുണ്ട്, മാതാപിതാ ഗുരുദൈവം. മാതാവും പിതാവും ഗുരുവും ദൈവമാണ്, അല്ലെങ്കിൽ ദൈവത്തെ പോലെയാണ്. അല്ല, ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ മാതാവിനും പിതാവിനും ഗുരുവിനും ഒക്കെ മുകളിലാണ്, അത് എത്രയോ മുകളിലാണ് അള്ളാഹുവിൻ്റെ സ്ഥാനം. കാരണം നിനക്ക് മാതാവിന് നൽകിയത് അള്ളാഹുവാണ്, നിനക്ക് പിതാവിന് നൽകിയത് അള്ളാഹുവാണ്, നിനക്ക് നിന്റെ അധ്യാപകന് നൽകിയത് അള്ളാഹുവാണ്. അവനാണ് ഈ നിഅമത്തുകളെല്ലാം നിനക്ക് നൽകിയത്. മാതാവിന്റെ ഹൃദയത്തിൽ നിന്നോട് കാരുണ്യമുണ്ടാക്കിയത് അള്ളാഹുവാണ്. നിന്റെ പിതാവ് നിന്നെ പരിഗണിക്കുന്ന അവസ്ഥയിലെത്തിയത് അള്ളാഹുവിനെ കൊണ്ടാണ്. നിന്റെ അധ്യാപകൻ നിന്നോട് കരുണ കാണിച്ചത്, അവൻ നിനക്ക് പഠിപ്പിച്ചു നൽകിയത് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. നിന്റെ റബ്ബാണ് അവരെ എല്ലാം നിനക്ക് നൽകിയത്. ആ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ റബ്ബിനോടാണ് ആദ്യത്തെ ബാധ്യതയുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള ബാധ്യത ആദ്യം പറഞ്ഞത്. ചില ആളുകൾ ചോദിച്ചേക്കാം, അള്ളാഹുവിനോടുള്ള ബാധ്യതയെ കുറിച്ച് മാത്രമാണല്ലോ ഇവിടെ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താ പറയാതിരുന്നത്? അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ റസൂലിനോടാണ്, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നോടൊരു കാര്യം പറയാൻ, നിന്റെ മാതാപിതാക്കൾ അതിന് എതിരായി പറയാൻ നീ ആരാണ് അനുസരിക്കേണ്ടത്? നിന്റെ റസൂലിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ആയത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ എന്തു മനസ്സിലാക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത അതിൽ ഉൾക്കൊള്ളുന്നതാണ്. അള്ളാഹുവിനോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ് റസൂലുള്ളയെ അനുസരിക്കുക എന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് ഏറ്റവും മുകളിലുള്ളത്, പ്രത്യേകിച്ച് തൗഹീദും ശിർക്കും ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞതുപോലെ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, നാം മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകം അവനെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ,
അവൻ്റെ മാതാവ് അവനെ ഗർഭത്തിൽ വഹിച്ചത് പ്രയാസത്തിനു മീതെ പ്രയാസവുമായിക്കൊണ്ടാണ്. പ്രയാസം മനസ്സിലാകണമെങ്കിൽ ഒരു മനുഷ്യൻ ഒരു 2-3 കിലോ ഉള്ള വസ്തു അവൻ്റെ ശരീരത്തിൽ കെട്ടിവെച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ നടന്നാൽ അവന് ബോധ്യപ്പെടും അതിൻ്റെ പ്രയാസം എന്താണ് എന്ന്. ഹമലത്ഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, പ്രയാസത്തിനുമേൽ പ്രയാസവുമായി കൊണ്ടാണ് അവൻ്റെ മാതാവ് അവനെ വഹിച്ചത്. വഫിസാലുഹു ഫി ആമൈൻ, അവൻ്റെ മുലകുടി പ്രായം അത് 2 വർഷമുണ്ട്. 2 വർഷം അവന് മുല നൽകുന്നു. രാത്രി കുട്ടി ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉമ്മമാരെ അവരെ നോക്കുന്നത് നിങ്ങൾ കണ്ടു നിന്നാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പോകും. അവർക്ക് അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് ഒരു പ്രയാസമേ ആയി തോന്നാത്തതുപോലെ. നമ്മൾ ചില ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് ഉമ്മാനെ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഉപ്പ അനുഭവിക്കാത്ത 3 പ്രയാസങ്ങൾ ഉമ്മക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ ബാധ്യത 3 തവണ പ്രത്യേകം പറഞ്ഞു. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിന് അർഹതയുള്ളത് ആർക്കാൻ? അവിടുന്ന് പറഞ്ഞു, ഉമ്മുക്ക, എൻ്റെ ഉമ്മയാണ്. സുമ്മമൻ, പിന്നെ ആരാണ്? ഉമ്മുക്ക, നിൻ്റെ ഉമ്മ തന്നെയാണ്. സുമ്മമൻ, പിന്നെ ആരാണ്? അള്ളാഹുവിൻ്റെ റസൂൽ, ഉമ്മുക്ക, നിൻ്റെ ഉമ്മ തന്നെയാണ്. സുമ്മമൻ, പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ അബൂക്ക്, പിന്നെ നിൻ്റെ പിതാവാണ്. പണ്ഡിതന്മാർ പറഞ്ഞു 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. കാരണം 3 സന്ദർഭങ്ങളിൽ മക്കളുമായി ബന്ധപ്പെട്ട വേദന ഉമ്മക്ക് മാത്രമുള്ളതാണ്. അതിൽ പിതാവിന് യാതൊരു പങ്കുമില്ല. അതിൽ ഒന്നാമത്തേത് 9 മാസം അവനെ ഗർഭം ധരിക്കുന്ന സമയമാണ്. കുറച്ചു നേരം ഞാൻ വഹിക്കാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതിൽ ഉമ്മാക്ക് മാത്രമേ പങ്കുള്ളൂ. രണ്ടാമത്തേത് പ്രസവത്തിന്റെ സന്ദർഭമാണ്. അവൾ ചിലപ്പോൾ മരണത്തിന്റെ വേദന എന്നുപോലും ധരിച്ചു പോകാവുന്ന വേദനയാണത്. അതിലും പിതാവിന് വേദനയിൽ ഒരു പങ്കുമില്ല. മൂന്നാമത്തെ സന്ദർഭം 2 വർഷക്കാലം ഈ കുട്ടിയെ മുല കുടിക്കുന്ന, അവന് മുല നൽകുന്ന സന്ദർഭമാണ്. അതിലും പിതാവിന് യാതൊരു പങ്കുമില്ല. ഈ 3 കാര്യങ്ങളിൽ മാതാവ് ഏകയാണ് എന്നതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള ബാധ്യത ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഇവരുടെ പിതാവിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞില്ല, ഉമ്മയെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് ഈ ആയത്തിൽ. അതിൻ്റെ അർത്ഥം പിതാവിനോട് ഗൗരവമില്ല എന്നല്ല, പിതാവിനെ അനുസരിക്കേണ്ടതില്ല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മറിച്ച് ഉമ്മയോടുള്ള ബാധ്യത പിതാവിനോടുള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അനിഷ്കുർ ലീ വലിവാലിദൈക ഇലയ്യൽ മസീർ, നീ എനിക്ക് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം, നിങ്ങൾ എന്നിലേക്കാണ് മടങ്ങി വരുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, എന്നാൽ അവർ എന്നിൽ പങ്കു ചേർക്കാൻ അവർ നിന്നോട് ആവശ്യപ്പെട്ടാൽ, നിന്നെ അതിന് നിർബന്ധിച്ചാൽ, ഫലാ തുതിഉഹുമാ, നീ ഒരിക്കലും അവരനുസരിക്കാൻ പാടില്ല. ചില ആളുകൾ ചിലപ്പോൾ വിളിച്ചിട്ട് പറയും, ഉപ്പയും ഉമ്മയൊക്കെ വീട്ടിൽ മൗലിദ് നടത്തുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനിപ്പോൾ അതിന് എതിരെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിനൊക്കെ മാറി നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാവില്ല, കുടുംബത്തിലാകെ പ്രശ്നമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, ശിർക്ക് ചെയ്യാൻ നിന്റെ മാതാപിതാക്കൾ നിന്നെ നിർബന്ധിച്ചാൽ പോലും നീ അവരനുസരിക്കാൻ പാടില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, നോക്കൂ, നിങ്ങൾ അപ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ദുനിയാവിൽ അവരോട് നല്ല രൂപത്തിൽ പെരുമാറണം. അവർ ശിർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ശിർക്കിന് വേണ്ടി നിന്നോട് പ്രേരിപ്പിക്കുന്നുണ്ട്, എങ്കിൽ അവരെ തിരുത്തുമ്പോൾ മാന്യമായിട്ടേ തിരുത്താൻ പാടുള്ളൂ. ചില ആളുകൾ, ചില മക്കൾ ചിലപ്പോൾ ശിർക്കിൻ്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ ബിദ്അത്തിൻ്റെ കാര്യത്തിലോ ചിലപ്പോൾ മറ്റെന്തെങ്കിലും നന്മകളുടെ കാര്യത്തിലോ മാതാപിതാക്കളെ തിരുത്തുമ്പോൾ കഠിനമായ വാക്കുപയോഗിക്കും. മാതാപിതാക്കളെ തിരുത്തുമ്പോൾ കഠിനമായ വാക്കുപയോഗിക്കാൻ പറ്റില്ല. അവരോട് പതുക്കെ പറഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ, അവരോട് കഠിനമായ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ ഒന്നാമത്തെ പാഠം ഇതാണ്. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ഭാര്യയെക്കാൾ, ഭർത്താവിനേക്കാൾ, കുടുംബത്തിലുള്ളവരെക്കാൾ, എല്ലാവരെക്കാളും നിനക്ക് ഏറ്റവും വലിയ ബാധ്യതയുള്ളത് നിന്റെ റബ്ബിനോടാണ്. നിന്റെ സഹോദരങ്ങളെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അള്ളാഹുവാണ് നിനക്ക് ഈ പറഞ്ഞ നിഅമത്തുകളെല്ലാം നൽകിയത്. അതൊന്നാമത്തെ പാഠമാണ്.
രണ്ടാമത്തെ പാഠം സഹോദരങ്ങളെ, ഈ ആയത്തിൽ സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്തിൽ മാതാപിതാക്കളോടുള്ള ബാധ്യത അള്ളാഹു മനോഹരമായി ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. 5 കാര്യങ്ങൾ ഒരാൾ ജീവിതത്തിൽ പാലിച്ചാൽ അവൻ മാതാപിതാക്കളുടെ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു. ആ 5 കാര്യങ്ങളും ആ ആയത്തിലുണ്ട്. ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്നതാണ്. നന്മയിൽ വർത്തിക്കുക, നന്മ ഇഹ്സാൻ ഉണ്ടാകുക, ഏറ്റവും നല്ല കാര്യം അവർക്ക് നൽകുക. നിന്റെ കയ്യിൽ നിന്ന് നിനക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല പെരുമാറ്റം, ഏറ്റവും നല്ല കാര്യങ്ങൾ നിന്റെ മാതാപിതാക്കൾക്ക് നീ നൽകുക. അതാണ് ഒന്നാമത്തെ കാര്യം. വബിൽ വാലിദൈനി ഇഹ്സാന. നീ നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് നീ ഒരു പ്രയാസവും ബാധിപ്പിക്കാതിരിക്കുക എന്നതാണ്. അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളാണ്. ഈ ആയത്തിൽ ഈ 5 കാര്യങ്ങളുമുണ്ട്. ഒന്ന്, അവരോട് നന്മ ചെയ്യുക. അതാണ് അള്ളാഹു പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമത്തെ കാര്യം, അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക. അതെവിടെയാണുള്ളത്? വലാ തഖുൽ ലഹുമാ ഉഫ്ഫൻ വലാ തൻഹർഹുമാ. നീ അവരോട് ഉഫ് എന്ന് പറയരുത്. ഉഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് അനിഷ്ടമുണ്ടാകുമ്പോൾ അവന് പുറപ്പെടുവിപ്പിക്കാവുന്ന അറബിയിലെ ഏറ്റവും നിസ്സാരമായ വാക്കുകളിൽ ഒന്നാണ്. നമ്മുടെ നാട്ടിൽ ഒരാൾ ഹേയ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഛേ എന്ന് പറഞ്ഞാൽ, അതുവരെ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിന് മുകളിലുള്ള എന്തായാലും പറ്റില്ല. വലാ തഖുൽ ലഹുമാ ഉഫ്ഫൻ. ഒന്നാമത്തെ കാര്യം നന്മ ചെയ്യുക. 2, ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, അവരോട് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. വാക്കുകൾ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, പ്രവർത്തികൾ കൊണ്ട് സന്തോഷിപ്പിക്കുക, അവരെ ചിരിപ്പിക്കുക. അതെവിടെ നിന്നാണ് മനസ്സിലാക്കുക? അള്ളാഹു പറഞ്ഞു, വഖുൽ ലഹുമാ ഖൗലൻ കരീമ. നീ അവരോട് മാന്യമായ വാക്ക് പറയണം, അവർക്ക് സന്തോഷമുണ്ടാക്കണം, അവർക്ക് സന്തോഷമുണ്ടാക്കണം. നാലാമത്തെ കാര്യം, അത്തവാദുഉ ലഹുമ. മാതാപിതാക്കളോട് വിനയം കാണിക്കണം, കിബ്ർ കാണിക്കരുത്. അതെവിടെ നിന്നാണ് മനസ്സിലാക്കുക? അള്ളാഹു പറഞ്ഞു, വഖ്ഫിദ് ലഹുമ ജനാഹ ദുല്ലി മിനർ റഹ്മ. നിന്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക, വിനയം കാണിക്കുക, അവരുടെ മുന്നിൽ കാലി എത്തിച്ചിരിക്കുക. സലഫുകളിൽ ചില സഹോദരൻ, അള്ളാഹു നമുക്കും നിങ്ങൾക്കും പുറത്തു നൽകുമാറാകട്ടെ, ഈ കാലഘട്ടം അത്രമാത്രം ഈ വിഷയത്തിൽ കുറവ് വരുത്തിയ കാലഘട്ടങ്ങളിൽ ഒന്നാണ്. അവരിൽ ചിലർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഉമ്മയുടെ കണ്ണ് ഏതെങ്കിലും ഒരു ഭക്ഷണ വസ്തുവിലേക്ക് പോയി എന്ന് അറിഞ്ഞാൽ പിന്നെ അത് ഭക്ഷിക്കുമായിരുന്നില്ല. ഉമ്മ ഒരു ഭക്ഷണ സാധനം ഇഷ്ടമുള്ളത് നോക്കുന്നത് കണ്ടാൽ പിന്നെ അവരത് കഴിക്കുമായിരുന്നില്ല. നമ്മൾ ചിലപ്പോൾ നോക്കുന്നത് കണ്ടാൽ പറയും, ഞാൻ എടുത്തു വെച്ചാണ്. സുബ്ഹാനല്ലാഹ്. അവരിൽ ചിലർ വീടിന് മുകളിലൂടെ നടക്കാൻ, ഉമ്മയും ഉപ്പയും താഴത്തുണ്ടാവും, മുകളിലൂടെ നടക്കാൻ പഠിച്ചിരുന്നു. അപ്പം അവർക്ക് സന്തോഷമുണ്ട്, അവരോട് വിനയം കാണിക്കാൻ. അഞ്ചാമത്തെ കാര്യം, അദ്ദുആഉ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഈ 5 കാര്യം നീ ചെയ്താൽ മാതാപിതാക്കളുള്ള നിന്റെ ബാധ്യതകൾ അൽഹംദുലില്ലാഹ് നീ പൂർത്തീകരിച്ചു. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഖുർആനിലെ ആയത്തിന്റെ ഭംഗി നോക്കൂ നിങ്ങൾ. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ ഈ ആയത്തിൽ 5 കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഈ ആയത്ത് വിശദീകരിച്ച ഉലമാക്കളിൽ ചിലർ പറഞ്ഞു, ഇതിൽ ചിലത് നിനക്ക് നിന്റെ രക്ഷിതാക്കളുടെ മുൻപിൽ പോയി ഒരുമിപ്പിക്കാവുന്നതാണ്. രണ്ട് കാര്യം ഒരുമിച്ച് ചെയ്യാം. നീ നിന്റെ മാതാവിന് വേണ്ടി അവരുടെ മുൻപിൽ വെച്ച് ദുആ ചെയ്താൽ അവർക്ക് സന്തോഷം പകരലുമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്. രഹസ്യമായി ദുആ ചെയ്താൽ ആ പ്രാർത്ഥന കൂടുതൽ ഉത്തരം ലഭിക്കാൻ സാധ്യതയുണ്ട്. സഹോദരങ്ങളെ, ഈ ആയത്ത് ഈ വിഷയത്തിൽ അടിത്തറയായി പറയപ്പെടാവുന്ന ആയത്താണ്. അതാണ് ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ള ചില പാഠങ്ങൾ. وقوله تعالى واعبدوا الله ولا تشركوا به شيئا.
وقوله تعالى واعبدوا الله ولا تشركوا به شيئا سورة النساء 36 ആയത്താണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ആയത്ത്, അതായത് ഈ ആയത്ത് പൂർണ്ണമായും ഈ വിഷയത്തിലുള്ള തെളിവാണ്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അല്ലാഹുവിൽ നിങ്ങൾ യാതൊന്നിനെയും യാതൊരു നിലക്കും പങ്കുചേർക്കരുത്. ഖുർആനിലെ ആയത്തുകൾ അവയുടെ അർത്ഥവും വിശദീകരണവും നിങ്ങൾ പരിഭാഷകൾ നോക്കിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പൊതുവെ മനസ്സിലാവില്ല. അതിന് തെളിവുകളിൽ ഒന്നാണിത്. ഈ ആയത്ത് ആയത്തുൽ ഹുഖൂഖിൽ അശർ, 10 ബാധ്യതകൾ പരാമർശിക്കുന്ന ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച ആയത്താണ്. 10 ബാധ്യതകൾ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ. ഒന്നാമത്തെ ബാധ്യത അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ പങ്കുചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, രണ്ടാമത് അള്ളാഹു പറഞ്ഞു മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം. മൂന്നാമത് അള്ളാഹു പറഞ്ഞു വബിദിൽ ഖുർബ, കുടുംബക്കാരോട് നന്മയിൽ വർത്തിക്കണം. വൽ യതാമ, അനാഥരോട് നന്മയിൽ വർത്തിക്കണം. ചെറിയ പ്രായത്തിൽ പിതാവ് നഷ്ടപ്പെട്ടവൻ, യതീമായവൻ, അവനോട് നന്മയിൽ വർത്തിക്കണം. വൽ മസാകീൻ, ദരിദ്രരോട് നന്മയിൽ വർത്തിക്കണം. വൽ ജാരി ദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ള അയൽവാസികളോട് നല്ല രീതിയിൽ വർത്തിക്കണം. കാരണം അവനോട് 2 ബാധ്യതയാണ്. അവൻ അയൽവാസിയുമാണ്, കുടുംബക്കാരനുമാണ്. കുടുംബക്കാർ അയൽവാസിയായി ഉണ്ട് എങ്കിൽ അവനോട് കൂടുതൽ ബാധ്യതയാണ്. വൽ ജാരി അൽ ജുനുബ്, കുടുംബ ബന്ധമില്ലാത്ത അയൽവാസിയോട് നന്മയിൽ വർത്തിക്കണം. വസ്സാഹിബി ബിൽ ജംബ്, നിന്നോടൊപ്പം എപ്പോഴും വേർപിരിയാതെ ഒപ്പം നടക്കുന്ന കൂട്ടുകാരനോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. വബ്നി സബീൽ, വടിയാത്രക്കാർ, യാത്രയിൽ ആവശ്യങ്ങളുള്ള ആളുകൾ, അവരോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. വമാ മലക്കത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം. 10 ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഈ 10 ആളുകളോടുള്ള ബാധ്യത പറയുന്നതിന്റെ തുടക്കം ആരെ കുറിച്ച് പറഞ്ഞുകൊണ്ട്? അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, അവനിൽ ഒന്നിനെയും പങ്കുചേർക്കാൻ പാടില്ല. ഒരാൾ ബാക്കി പറയുന്ന 9 ബാധ്യതകളും നിറവേറ്റി ആദ്യത്തെ ബാധ്യതയിൽ അവന് പിഴവ് വന്നാൽ അവൻ കാലാകാലം നരകത്തിലാണ്. ഇന്ന് കാലത്ത് ചില ആളുകൾ പറയുന്നത് പോലെ ആളുകൾക്ക് പരോപകാരം ചെയ്ത് ജീവിച്ചാൽ പോരെ, ഏത് മതമായാലും എന്താ, ഏത് വിശ്വാസമായാലും ഇല്ല. നിന്റെ റബ്ബിനോട് നന്ദികേട് കാണിച്ചതിന് ശേഷം നീ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് എത്ര നന്മയിൽ പെരുമാറുന്നുണ്ട് എങ്കിലും അത് ആത്മാർത്ഥമായ കാര്യമല്ല. അതിന് പിന്നിൽ കാപഢ്യമുണ്ട്, അർത്ഥമില്ലായ്മയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയാണ് ഏറ്റവും വലുത്. ഈ ആയത്തിൽ നിന്ന് സഹോദരങ്ങളെ 2 കാര്യം മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, അല്ലാഹു പറഞ്ഞു വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ. ഞാൻ അറബിയിലെ ഭാഷാ നിയമങ്ങൾ പറയുന്നില്ല. പണ്ഡിതന്മാർ പറഞ്ഞു വലാ തുശ്രികൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു രൂപത്തിലുള്ള ശിർക്കും ചെയ്യരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി ഭാഷയിൽ അത് മസ്ദറിൻ്റെ പ്രയോഗം അവിടെയുണ്ട്. കാരണം അത് ഫിഅ്ലു മുദാരിഅാണ്. അതിൻ്റെ ഭാഷാപരമായ നിയമങ്ങൾ ചിലതുണ്ട്. ഈ കിതാബ് വിശദീകരിച്ച പണ്ഡിതന്മാർ അത് പറഞ്ഞതായിക്കാണ്. നിങ്ങൾ ഒരു നിലക്കുള്ള ശിർക്കും ചെയ്യരുത്. വലിയ ശിർക്ക് ചെയ്യാൻ പാടില്ല. അതായത് അള്ളാഹു അല്ലാത്തവർക്ക് ദുആ ചെയ്യുകയോ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയോ, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുക, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന രൂപത്തിലുള്ള വലിയ ശിർക്ക് നിങ്ങൾ ചെയ്യരുത്. അതുപോലെ തന്നെ അശ്ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്കും നിങ്ങൾ ചെയ്യരുത്. വാക്കുകളിലും മറ്റുമൊക്കെ സംഭവിച്ചു പോകുന്ന ചെറിയ ശിർക്കുകളുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ അള്ളാഹു അല്ലാത്തവരുടെ സത്യം ചെയ്തു. അവൻ അള്ളാഹുവിനോടുള്ള ബഹുമാനവും ആദരവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടും അത് തിരിച്ചറിഞ്ഞുകൊണ്ടും ഒക്കെ തന്നെയാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുന്നത് എങ്കിൽ അത് ചെറിയ ശിർക്കാണ്. ചെറിയ ശിർക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ അശ്ശിർക്കുൽ ഖഫി, ഗോപ്യമായ ശിർക്കുണ്ട്. ആളുകളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, അതും നീ ചെയ്യരുത്. വലാ തുശ്രികൂ, നീ ഒരു ശിർക്കും ചെയ്യാൻ പാടില്ല.
വലിയ ശിർക്കും ചെയ്യരുത്, ചെറിയ ശിർക്കും ചെയ്യരുത്, ഗോപ്യമായ ശിർക്കും ചെയ്യരുത്. അതാണ് അതിൻ്റെ അർത്ഥം. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന സന്ദർഭത്തിൽ കല്ലിനെയും മരത്തിനെയും വിഗ്രഹത്തെയും മാത്രം പങ്കുചേർക്കരുത് എന്നല്ല പറഞ്ഞത്. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, ഒന്നിനെയും പങ്കുചേർക്കരുത്, ഒരു വസ്തുവിനെയും പങ്കുചേർക്കരുത്. ആ പറഞ്ഞതിൽ നബിമാരും മലക്കുകളും ഔലിയാക്കന്മാരും സാലിഹീങ്ങളും കല്ലും മരവും വിഗ്രഹവും ജീവനുള്ളതും ഇല്ലാത്തതും എല്ലാം പെട്ടു. അല്ലാഹു അല്ലാത്ത എന്തെല്ലാം വസ്തുക്കളുണ്ടോ അവയൊന്നിനെയും പങ്കുചേർക്കരുത്. ചില ആളുകൾ ചിലപ്പോൾ പറയും അതൊക്കെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിനെ കുറിച്ചല്ലേ, അത് ഔലിയാക്കന്മാരോട് തേടുന്നതിനെ കുറിച്ചാണെന്ന്. എവിടെയാണ് മൗലവി പറഞ്ഞത്? ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്. വലാ തുശ്രികൂ ബിഹി ശൈഅൻ, ഷൈഅ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നാണ്. അതിൽ പെടാവുന്ന എന്തൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടു. അതിലേതെങ്കിലും ഒന്ന് പെടില്ല എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അതിന് നിങ്ങളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. അള്ളാഹു ഒരു കാര്യം പാടില്ല എന്ന് പറയാം, നിങ്ങളത് പറ്റുമെന്ന് പറയുന്നതിന് തെളിവ് ഇവിടെ. ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരൂ, തെളിവ് വേണം. ഈ ആയത്ത് എല്ലാ നിലക്കുമുള്ള ശിർക്കിനെയും എല്ലാ രൂപത്തിലുമുള്ള ശിർക്കിനെയും ഇല്ലാതെയാക്കുന്ന ആയത്താണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിന്റെ ഭംഗി നോക്കൂ. 10 അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആ ആയത്ത് അള്ളാഹു തുടങ്ങിയത് ഒന്നാമത്തെ അവകാശം തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഈ ആയത്തിലെ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ. وقوله تعالى قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا وبالوالدين إحسانا ولا تقتلوا أولادكم من إملاق نحن نرزقكم وإياهم ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله إلا بالحق ذلكم وصاكم به لعلكم تعقلون ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. قال ابن مسعود رضي الله عنه من أراد أن ينظر إلى وصية محمد صلى الله عليه وسلم التي عليها خاتمه فليقرأ قوله تعالى قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا إلى قوله وأن هذا صراطي مستقيما الآية. وقوله تعالى അടുത്തതായി അദ്ദേഹം നൽകിയത് സൂറത്തുൽ അൻആമിലെ 151 മുതലുള്ള ആയത്തുകളാണ്. വഖൗലുഹു തആല, അടുത്ത ആയത്ത് അല്ലാഹുവിന്റെ വാക്കാണ്. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈആ അൽ ആയാത്ത്, അതിനുശേഷമുള്ള ആയത്തുകൾ. ഖുൽ, അല്ലാഹുവിന്റെ റസൂലേ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള കൽപ്പനയാണ്. ഖുൽ തആലൗ, അല്ലാഹുവിന്റെ റസൂലേ പറയുക. തആലൗ, ആരോടാണ് പറയേണ്ടത്? മുശ്രിക്കുകളോട് പറയുക. നിങ്ങൾ വരൂ, നിങ്ങളിതാ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. തആലൗ, നിങ്ങൾ വരൂ. ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. അള്ളാഹു നിങ്ങൾക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സൂറത്തുൽ അൻആമിന് ഒരു പ്രത്യേകതയുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അദ്ദേഹം പറഞ്ഞതായി കാണാം, ആരെങ്കിലും ജാഹിലിയ കാലഘട്ടത്തിലെ വിഡ്ഢിത്തരങ്ങൾ, മുശ്രിക്കുകൾ ചെയ്തിരുന്ന വിവരക്കേടുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവൻ സൂറത്തുൽ അൻആം വായിച്ചാൽ മതി. അതിൽ മുശ്രിക്കീങ്ങളുടെ അന്ധവിശ്വാസങ്ങളും അവരുടെ അർത്ഥമില്ലാത്ത വാദഗതികളുമൊക്കെ അള്ളാഹു അവരുടെ വിവരക്കേട് വ്യക്തമായി വിവരിച്ച സൂറത്താണ് സൂറത്തുൽ അൻആം. അപ്പൊ അവർക്ക് തോന്നിയതുപോലെ പലതും ഹറാമാക്കും. ഗർഭിണിയായ ഒട്ടകം, അതിനെ സ്ത്രീകൾ തിന്നാൻ പാടില്ല, അത് പുരുഷന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. അവർക്ക് തോന്നിയ പോലെ നിയമമുണ്ടാക്കും. അങ്ങനെ അവർക്ക് തോന്നിയ രൂപത്തിൽ അവർ പലതിനെയും ഹറാമാക്കുകയും പലതിനെയും ഹലാലാക്കുകയും ചിലത് അള്ളാഹുവിനും ചിലത് ഔലിയാക്കന്മാർക്കും ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചിരുന്നു.
അതിനുള്ള മറുപടിയായിക്കൊണ്ടാണ് ഈ ആയത്ത് അള്ളാഹു അവതരിപ്പിച്ചത്. ഖുൽ പറയുക അള്ളാഹുവിന്റെ റസൂലെ, തആലൂ നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാം. എന്നിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ. ഒന്നാമത്തെ കാര്യം നിങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കരുത് എന്ന കാര്യമാണ്. ശിർക്ക് ചെയ്യരുത്. അള്ളാഹു നിങ്ങൾക്കുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്ന ഒന്നാമത്തെ കാര്യം ശിർക്കാണ്. ഇത്രയും നമ്മൾ പറഞ്ഞത് തൗഹീദിനെ കുറിച്ചാണ്. ഇനി പറയുന്നത് ശിർക്കിനെ കുറിച്ചാണ്. തൗഹീദിന്റെ നേർ വിപരീതമാണ് ശിർക്ക് എന്ന് പറയുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യലാണ് എങ്കിൽ, ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനും ഇബാദത്ത് നൽകുക, അള്ളാഹു അല്ലാത്തവർക്കും ഇബാദത്ത് നൽകുക. അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾക്കിതാ ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ വിവരിച്ചു നൽകാം. അതിലൊന്നാമത്തെ കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല, ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ കാര്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് അതാണ്. അതിനുശേഷം പിന്നീട് നോക്കൂ നിങ്ങൾ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. എന്താണ് നിങ്ങളോട് ഹറാമാക്കിയിട്ടുള്ളത്? മാതാപിതാക്കളോട് മോശമായി വർത്തിക്കുന്നത് അള്ളാഹു നിങ്ങളോട് ഹറാമാക്കിയിരിക്കുന്നു. വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിക്കരുത്. അങ്ങനെ വധിക്കുന്നത് അള്ളാഹു നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. വലാ തഖ്റബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബطن, പ്രകടമായതോ രഹസ്യമായതോ ആയ വൃത്തികേടുകൾ, മ്ലേച്ഛവൃത്തികൾ, അശ്ലീലത്തരങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നാവുകൊണ്ടോ കണ്ണുകൊണ്ടോ ശരീരാവയവങ്ങൾ കൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടരുത്. ഖുർആൻ ഫവാഹിഷ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും വ്യഭിചാരമാണ്. അതുപോലെ അതിനോട് ചേർത്തി പറയാവുന്ന സ്വർഗരതിയെ പോലെയുള്ള തിന്മകൾ. വലാ തഖ്തുലു നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു അനുവദിച്ച് നൽകിയിട്ടില്ലാത്ത ജീവൻ നിങ്ങൾ അവയെ വധിച്ചുകൊണ്ട് നിങ്ങൾ അവയുടെ ജീവൻ ഹനിക്കരുത്. ന്യായമായി വധിക്കാൻ അള്ളാഹു അനുവാദം നൽകിയ അവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ മറ്റൊരാളെ വധിച്ചാൽ പ്രതിക്രിയയായി ഖിസാസിന്റെ ഭാഗമായി അയാളെ വധിക്കാം. അത് അള്ളാഹു അനുവാദം നൽകിയ കാര്യമാണ്. ആരാണ് വധിക്കുക? സാധാരണക്കാരാണോ? അല്ല, ഭരണാധികാരിയാണ് വധിക്കേണ്ടത്. ഇത് അള്ളാഹു അനുവാദം നൽകിയ കാര്യമാണ്. എന്നാൽ അനുവാദമില്ലാതെ അന്യായമായ ഒരു ജീവൻ നിങ്ങൾ ഹനിക്കാൻ പാടില്ല. വലാ തഖ്റബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ, യതീമിന്റെ സമ്പാദ്യം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ നല്ല രൂപത്തിലല്ലാതെ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യരുത്. അതിലേക്ക് അടുക്കുന്നുണ്ട് എങ്കിൽ നല്ല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പാടും. യതീമിന്റെ സ്വത്ത് അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ നിന്റെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ നീ അതിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഔഫുൽ കൈല വൽ മീസാന ബിൽ ഖിസ്ത്, അളവിലും തൂക്കത്തിലും നീതി കാണിക്കണം, അതിൽ അനീതി കാണിക്കാൻ പാടില്ല. വഇദാ ഖുൽതും ഫഅദിലു വലൗ കാന ദാ ഖുർബ, നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ നീതിപൂർവ്വം സംസാരിക്കണം. നിനക്ക് അടുത്ത കുടുംബ ബന്ധമുള്ളവനാണ് എന്നതുകൊണ്ട് അന്യായമായി സംസാരിക്കരുത്. ഒരു സാക്ഷ്യം പറയാൻ വിളിച്ചാൽ നിന്റെ കുടുംബത്തിൽപ്പെട്ടവന് വേണ്ടി നീ കള്ളസാക്ഷ്യം പറയരുത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു വഇദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുമ്പോൾ നീതി കാണിക്കണം. നിന്റെ കുടുംബക്കാരനെ കുറിച്ച് ഒരാൾ വിവാഹം ആലോചിച്ചുകൊണ്ട് വന്നു, അവനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. നിന്റെ കുടുംബക്കാരനാണ് എന്നതുകൊണ്ട് അവൻ്റെ അടുത്തുള്ള തോന്നിവാസങ്ങളും വൃത്തികേടുകളൊക്കെ നിനക്കറിയാമെങ്കിലും നീ അവനെക്കുറിച്ച് നന്നാക്കി പറഞ്ഞു. അള്ളാഹു പറഞ്ഞു വഇദാ ഖുൽതും ഫഅദിലു, സംസാരിക്കുമ്പോൾ നീതി കാണിക്കണം. വലൗ കാന ദാ ഖുർബ, നിങ്ങൾക്ക് അടുത്ത കുടുംബ ബന്ധമുള്ളയാളാണ് എങ്കിൽ പോലും. വബിഅഹ്ദില്ലാഹി ഔഫു, അള്ളാഹുവിൻ്റെ കരാർ നിങ്ങൾ പാലിക്കണം. ഇതെല്ലാം അള്ളാഹു പറഞ്ഞു. അവസാനം പറഞ്ഞു ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് വസിയ്യത്തായി പറയുന്ന കാര്യമാണിത്. നോക്കൂ, നിങ്ങൾ ഇത്രയും ഗൗരവപ്പെട്ട ഒരാളെ വധിക്കുന്ന കാര്യം, മാതാപിതാക്കളോടുള്ള കാര്യം, ഇതിനൊക്കെ തുടക്കത്തിൽ ഇതിനെല്ലാം മുൻപ് അള്ളാഹു ആദ്യം പറഞ്ഞ കാര്യം എന്താ? തൗഹീദാണ്. ശിർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഗൗരവം ഇത്ര വലുതാണ്. ഞാൻ പലപ്പോഴും ഇവിടെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടാക്കാതെ, നമ്മളിൽ പലർക്കും നമ്മുടെ കൺമുന്നിൽ ശിർക്ക് നടക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള പ്രയാസം എന്താണ്?
ചില ആളുകൾ ചിലപ്പോൾ അത് കണ്ട് ആസ്വദിച്ച് നിൽക്കും. നേർച്ചക്ക് പോകും, അല്ലെങ്കിൽ പൂരത്തിന് പോകും. തനിച്ച ശിർക്കിൻ്റെ ഇടയിൽ അവൻ അതിലെ ആസ്വാദനങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. അവൻ്റെ തൊട്ടടുത്ത് ശിർക്ക് നടക്കുന്നു. അങ്ങനെ യാതൊരു കുഴപ്പവുമില്ല, അവൻ്റെ മനസ്സിൽ ഒരു പ്രശ്നമില്ല. ഈ പറഞ്ഞതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം എണ്ണി പറഞ്ഞ പല തിന്മകളും നമ്മുടെ മുൻപിൽ വെച്ച്, കൺമുന്നിൽ വെച്ച് നടന്നിരുന്നു എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഒരാൾ യതീമിൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നത് കണ്ടാൽ അവനുമായി നിന്റെ ബന്ധം എന്തായിരിക്കും? നീ പറയുമോ എന്നല്ല, യതീമിൻ്റെ സമ്പത്തൊക്കെ മോഷ്ടിക്കുമെങ്കിലും എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറയോ നിങ്ങൾ? ഇല്ല. അവന് പല പെണ്ണുങ്ങളുമായി അവിഹിത ബന്ധമുള്ളവനാണെങ്കിലും ഞാനും അവന് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറയില്ല. അവന് 10 ആളെ കൊന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അവനായിട്ടുള്ള ബന്ധത്തിൽ യാതൊരു കുഴപ്പമില്ല, എനിക്ക് അവനായിട്ട് യാതൊരു പ്രശ്നമില്ല എന്നൊരാൾ പറയില്ല. സഹോദരങ്ങളെ, ഷിർക്ക് എന്നത് വളരെ ഗുരുതരമായത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഷിർക്ക് ചെയ്യുന്നവരോട് മോശമായി പെരുമാറണമെന്നല്ല. പക്ഷെ നിങ്ങൾ അവരെ തിരുത്തി കൊടുക്കണം, അവർക്ക് നേരായ വഴി പറഞ്ഞു കൊടുക്കണം, അവർക്ക് ശരിയുടെ മാർഗം എന്താണെന്ന് കാണിച്ചു കൊടുക്കണം. നിന്റെ മുന്നിൽ വെച്ച് ആ ഷിർക്ക് നടമാടുന്ന സന്ദർഭത്തിൽ അതിനോട് തൃപ്തിയുള്ളവനെ പോലെ നീ അവിടെ നിൽക്കരുത്. അത് നിന്റെ അരികിൽ ഒരിക്കലും സംഭവിക്കരുത്. ഈ പറഞ്ഞ ഹറാമുകളിൽ ഏതെങ്കിലും ഒന്ന് നിന്റെ മുന്നിൽ വെച്ച് ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ അവനെ നീ തിരുത്തുമെന്നതുപോലെ ഷിർക്ക് ചെയ്യുന്നത് കണ്ടാൽ നീ തിരുത്തി കൊടുക്കണം. കാരണം അത് ഏറ്റവും ഗുരുതരമായ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ആയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന വാക്കാണ് പിന്നീട് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ പ്രമുഖനാണ്. ഫഖീഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫഖീഹ്, പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സ്വഹാബിയാണ് അദ്ദേഹം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ഇസ്ലാം ആദ്യം സ്വീകരിച്ച സ്വഹാബിമാരിൽ ഒരാളാണ്. വിശുദ്ധ ഖുർആൻ മുശ്രിക്കീങ്ങൾക്ക് മുൻപിൽ ആദ്യമായി പരസ്യമായി പാരായണം ചെയ്ത സ്വഹാബി അദ്ദേഹമാണ്. ഇസ്ലാം അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മുശ്രിക്കുകളുടെ മുൻപിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ, പരസ്യമായി പാരായണം ചെയ്യാൻ ധൈര്യം കാണിച്ച സ്വഹാബിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കാലുകളെക്കുറിച്ച് പറഞ്ഞു, ലഹുമാ അസ്ഖലു ഫിൽ മീസാനി മിൻ ഉഹുദ്. അദ്ദേഹത്തിൻ്റെ കാലുകൾ അവ നാളെ അള്ളാഹുവിൻ്റെ മീസാനിൽ ഉഹുദ് മലയേക്കാൾ ഭാരമുള്ളതായിരിക്കും. അങ്ങനെ പറഞ്ഞ സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് കൽപ്പിച്ചിരുന്ന ചില സഹാബിമാരുണ്ട്. ഇന്ന സഹാബികളുടെ അരികിൽ പോയി നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ എന്ന് അവിടുന്ന് പറഞ്ഞിരുന്നു. അതിലൊരു സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, മൻ അറാദ അൻ യൻദുറ ഇലാ വസിയ്യതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈഹാ ഖാതമുഹു, ആർക്കെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൻ്റെ മുദ്ര വെച്ച വസിയ്യത്ത് കാണണമെന്ന ആഗ്രഹമുണ്ട് എങ്കിൽ അവൻ ഈ പറഞ്ഞ ആയത്തുകൾ വായിക്കട്ടെ. ഫൽയഖറ ഖൗലഹു തആല, അവൻ ഈ പറഞ്ഞ ആയത്തുകൾ, സൂറത്തുൽ അൻആമിൽ നമ്മളിപ്പോൾ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഈ ആയത്തുകൾ അവൻ കേൾക്കട്ടെ. ഈ ആയത്ത് പാരായണം ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുദ്ര വെച്ച ഒരു വസിയ്യത്ത് നിനക്ക് ലഭിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ, ഈ ആയത്ത് വായിച്ചാൽ മതി. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ ആയത്തുകൾ അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു, ദാലികും വസ്സാകും ബിഹി, ഈ പറഞ്ഞത് അള്ളാഹുവിൻ്റെ വസിയ്യത്താണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു വസിയ്യത്തായി പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വസിയ്യത്തായി പറയുള്ളൂ. അള്ളാഹു വസിയ്യത്തായി പറഞ്ഞ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്തായി പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്ര വെച്ച് നിനക്കൊരു വസിയ്യത്ത് നൽകാൻ നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അത് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഈ ആയത്ത് വായിച്ചാൽ മതി. ഇന്ന് പോയിട്ട് പറ്റുമെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് വായിച്ചു നോക്കാം. സൂറത്തുൽ അൻആമിലെ 151 മുതലുള്ള ആയത്തുകൾ. ഈ ആയത്തുകൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ പ്രാധാന്യം ഈ രൂപത്തിൽ ഊന്നി പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ വിധിവിലക്കുകൾ പരാമർശിക്കപ്പെട്ട ആയത്താണ് ഈ ആയത്ത്. وعن معاذ بن جبل رضي الله عنه قال كنت رديف النبي صلى الله عليه وسلم على حمار فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله
قلت الله ورسوله أعلم. قال حق الله على العباد أن يعبدوه ولا يشركوا به شيئا وحق العباد على الله ألا يعذب من لا يشرك به شيئا. قلت يا رسول الله أفلا أبشر الناس؟ قال لا تبشرهم فيتكلوا. أخرجاه في صحيحين. ഈ അധ്യായത്തിൽ ആദ്യമായി അദ്ദേഹം നൽകിയ ഹദീസാണിത്. മനോഹരമായ ഹദീസാണിത്. നിങ്ങൾ മനഃപ്പാടമാക്കാൻ സാധിക്കുന്ന ഒരു മനഃപ്പാടമാക്കണം. മനോഹരമായ ഹദീസാണിത്. عن معاذ بن جبل رضي الله عنه. معاذ بن جبل رضي الله عنه അദ്ദേഹം നിവേദനം ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സഹാബിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഒരിക്കൽ പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. അല്ലാഹു തന്നെ സത്യം മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേരിട്ട് അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ് അത്. നോക്കൂ നിങ്ങൾ, ആ വാക്കിന്റെ ഭംഗി എത്രയായിരിക്കും. വല്ലാഹി ഇന്നി ലഉഹിബ്ബുക യാ മുആദ്. അല്ലാഹു തന്നെ സത്യം മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവിൽ നിന്ന് കേട്ട സഹാബിയാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബലിനെയാണ് യമനിലേക്ക് പ്രബോധകനായും അവിടുത്തെ അമീറായും നിയോഗിച്ചയച്ചത്. അവിടുത്തേക്ക് വളരെ ഇഷ്ടം. അവിടുത്തെ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകളിൽ പലതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന സ്നേഹം പ്രകടമായി നിങ്ങൾക്ക് ബോധ്യപ്പെടും. അവിടുത്തെ വാക്കുകളിൽ, സംസാരങ്ങളിൽ. അവിടുന്ന് പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് ധാരാളം മുൻപ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ ഉന്നതമായ പദവിയുള്ള സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, കുൻതു റദീഫൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാർ. ഞാനൊരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ യാത്ര ചെയ്യുകയായിരുന്നു. റദീഫ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ വാഹനപ്പുറത്ത് അയാളുടെ അനുവാദത്തോടു കൂടി പിറകിൽ കയറിയിരുന്നാൽ അയാൾക്ക് റദീഫ് എന്ന് പറയും. ഒരാളുടെ വാഹനത്തിന് പുറത്ത് പിന്നിലിരിക്കുന്നവന് റദീഫ് എന്ന് പറയും. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ അവിടുത്തെ വാഹനപ്പുറത്ത് ഒരിക്കൽ യാത്ര ചെയ്യുകയായിരുന്നു. അലാ ഹിമാരിൻ, ഒരു കഴുതപ്പുറത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്തിരുന്നത്. പണ്ഡിതന്മാർ ഒറ്റ വാക്കിൽ നിന്ന് കുറേ പാഠങ്ങളുണ്ട്. ഒരു പാഠം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് തൻ്റെ സ്വഹാബിയെ നടത്തിക്കുകയല്ല, അവിടുന്ന് തൻ്റെ കഴുതപ്പുറത്ത് മുആദിനെ പിറകിലിരുത്തി കൊണ്ടുപോവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നബിയാണ്, സഹാബിയാണ് അദ്ദേഹം. മുആദ് ഇബ്നു ജബൽ അദ്ദേഹത്തെ പിറകിലിരുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു യാത്ര പോവാണ്. നമ്മൾ പലർക്കും നമ്മളെ വാഹനത്തിൽ ഒരാൾ കയറുന്നതിൽ ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അവിടുന്ന് നബിയാണ്, റസൂലാണ്, സഹാബികളുടെ നേതാവാണ്, അവരുടെ ഭരണാധികാരിയാണ്, സേനാനായകനാണ്, അവർക്ക് അവരുടെ ജീവനേക്കാൾ പ്രിയമുള്ള നേതാവാണ്. അവിടുന്ന് യാത്ര ചെയ്തിരുന്നത് ഒരു കഴുതപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പല കാര്യങ്ങൾക്ക് മുകളിലും ആളുകൾ യാത്ര ചെയ്യും. ഒട്ടകത്തിന് മുകളിൽ, കുതിരയുടെ മുകളിൽ. അന്ന് അവരുടെ വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വില കുറഞ്ഞ വാഹനമായി കണ്ടിരുന്നത് കഴുതയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമായിരുന്നു. അവിടുത്തെ രാജാവാണ്, അവരുടെ നേതാവാണ്. അവിടുത്തെ തവാദു, അവിടുത്തെ വിനയം, അവിടുത്തെ മഹത്തരമായ സ്വഭാവ ഗുണം ആ പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടും. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു മൃഗത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ മൃഗത്തിന് പ്രയാസമാകില്ലെങ്കിൽ, അതിന് താങ്ങാനുള്ള ശേഷിയുണ്ട് എങ്കിൽ അതിന് മുകളിൽ ഒരാളെ കൂടി കയറ്റിയിരുത്താൻ അനുവാദമുണ്ട്. ഈ ഹദീസ് അതിന് തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഫഖാല ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. മുആദ്, നിനക്കറിയുമോ? അതദ്രി, നിനക്കറിയുമോ
മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ്, അടിമകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, മുആദ്, അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയുമോ? നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹുവിനുള്ള ബാധ്യതയുണ്ട്. ആ ബാധ്യത എന്താണെന്ന് അറിയുമോ? രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അവകാശം എന്താണ് എന്ന് മുആദ് നിനക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതികളിൽ പലപ്പോഴും നിങ്ങൾക്ക് കാണാവുന്ന വടിയാണിത്. അവിടുന്ന് ചോദ്യം ചോദിക്കും, എന്നിട്ട് അതിനുള്ള ഉത്തരം അവിടുന്ന് തന്നെ പറഞ്ഞു കൊടുക്കും. അത് ഉത്തരം മനസ്സിൽ നന്നായി ഉറച്ചു നിൽക്കാൻ സഹായകമാണ്. ചിലപ്പോൾ ചില ആൾക്കാർ ദർശനം വരുന്നത് നിർത്താൻ തന്നെ കാരണമാവുന്നത് ചോദ്യം ചോദിച്ചാലാണ്. ദർശനം ആരോടെങ്കിലും അയാളിങ്ങനെ ചോദ്യം ചോദിക്കും, പിന്നെ നമ്മൾ നാണം കെടും. അപ്പം ഞാൻ വീട്ടിലിരുന്ന് കേട്ടോളാം എന്ന് പറയും. ചോദ്യം ചോദിച്ചാലും മടി വിചാരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പലപ്പോഴായി ചോദ്യം ചോദിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അവിടുന്ന് ചോദിച്ചു, മുഅ്മിനിന്റെ ഉപമയായി ഒരു മരത്തിൻ്റെ കാര്യം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയും ഏതാണ് ആ മരമെന്ന്? വലിയ വലിയ സഹാബിമാർ അവർ സദസ്സിലിരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും പരിസരത്തൊന്നും കാണാത്ത എവിടെയോ ഉള്ള ഏതോ ഒരു അത്ഭുത വൃക്ഷത്തെക്കുറിച്ചായിരിക്കും ഈ പറയുന്നത് എന്ന് ആലോചിച്ച് കുറേ സമയം കളഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്ന സഹാബി, അദ്ദേഹം എന്ന കുട്ടിയാണ്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകനാണ്. അദ്ദേഹം പറയുന്നത്, എനിക്ക് മനസ്സിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് ഈന്തപ്പനയാണ്. പക്ഷേ അബൂബക്കറിന് സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും ഒന്നും പറയാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല. അവർ സംസാരിക്കാത്തൊരു സദസ്സിൽ കയറി സംസാരിക്കുക എന്നുള്ളത് മര്യാദകേടായി ഞാൻ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞു കൊടുത്തു, ഈന്തപ്പനയാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇബ്നു ഉമർ വാപ്പയോട് പറഞ്ഞു, ഉപ്പ, എനിക്ക് മനസ്സിലായിരുന്നു അത് ഈന്തപ്പനയാണ് എന്ന്. പക്ഷെ നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഉത്തരം പറയാൻ ലജ്ജിച്ചതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, മോനെ, നീ ആ ഉത്തരം അവിടെ വെച്ച് പറഞ്ഞിരുന്നു എങ്കിൽ എനിക്ക് ഇന്നതൊക്കെ ദുനിയാവിൽ ഇത്ര സമ്പത്ത് ലഭിക്കുന്നതിനേക്കാൾ സന്തോഷം ഉണ്ടാവുമായിരുന്നു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പലപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിക്കുമായിരുന്നു. അത് ഉത്തരം മനസ്സിൽ ഉറക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ കുട്ടികളെ ദീൻ പഠിപ്പിക്കുമ്പോൾ ഈ രീതി നമുക്ക് ഉപകരിക്കുന്ന രീതിയാണ്. മോനോട് അങ്ങോട്ട് ചോദിക്കും, മെൻ റബ്ബുക, എൻ്റെ റബ്ബാരാണ് മോനെ? അപ്പം എന്താ പറയേണ്ടത്? മോനെ കൂടി പറഞ്ഞു പഠിപ്പിക്കുക, റബ്ബി അല്ലാഹ്. മെൻ നബിയുക, നിൻ്റെ നബി ആരാണ് മോനെ? നബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ദീനുക, നിൻ്റെ ദീൻ ഏതാണ്? ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. പറഞ്ഞു പഠിപ്പിക്കുക. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നമുക്ക് അതിലും ഒരു മര്യാദയുണ്ട്. അദ്ദേഹം ലാ അദ്രി എന്ന് പറഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞാലും അത് ഉത്തരം അങ്ങനെയും പറയാം. പക്ഷേ അദ്ദേഹം മര്യാദ പാലിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാളോട് എന്തെങ്കിലും ഒരു വിഷയം ചോദിച്ചാൽ അയാൾ അല്ലാഹു വ റസൂലുഹു അഅലം എന്നാണോ പറയുന്നത്, അല്ലാഹു അഅലം എന്നാണോ? ഇപ്പം അല്ലാഹു അഅലം എന്നാ പറയുന്നത്? ഉത്തരാണോ അല്ല നിങ്ങൾക്ക് അറിയില്ല എന്നാണോ? എല്ലാവരും അല്ലാഹു അഅലം എന്നാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു, ദീനുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദിക്കുന്നത് എങ്കിൽ അവന് അല്ലാഹു വ റസൂലുഹു അഅലം എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം ദീനിനെ കുറിച്ച് അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. എന്നാൽ ഒരാൾ പറയും, നാളെ മഴ പെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാലോ അള്ളാഹു റസൂലുഹു അഅലം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അള്ളാഹു അഅലം, അള്ളാഹു അഅലം അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു റസൂലുഹു അഅലം, അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക.
അദ്ദേഹം അദബ് കാണിച്ചു, മര്യാദ കാണിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പറഞ്ഞു, ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ഷൈഅ. അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം അവർ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യാന്നുള്ളത് പലതവണ പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത് അവനുള്ള അവകാശമായത്? എന്തുകൊണ്ടത് അവകാശമാണെന്ന് പറയുന്നത്? 3 കാരണങ്ങളുണ്ട്. നിങ്ങൾ മനഃപ്പാടമാക്കണം. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഇത് സാധ്യമാകുന്ന തെളിവുകളെല്ലാം ചിന്തിച്ചുകൊണ്ട് ഉറപ്പിക്കണം. 3 കാരണങ്ങൾ, പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ. അല്ലാതെ ഈ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, അള്ളാഹു നിന്റെ ഉടമസ്ഥനാണ്, നീ അവൻ്റെ അടിമയാണ്. അവൻ പറഞ്ഞത് അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാണ്. നീ അങ്ങാടിയിൽ പോയി ഒരു മൃഗത്തെയോ മറ്റോ വാങ്ങിച്ചോ നിന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി. അത് വീട്ടിലെത്തിയിട്ട് ഒരു പണിയെടുക്കുന്നില്ല, എന്താ പറയാ? നീ തിരിച്ചു കൊണ്ടു കൊടുക്കും. ഇത് പണിയൊന്നും എടുക്കുന്നില്ല. നീ ഉടമസ്ഥനാണ് എന്നുള്ളത് കൊണ്ട്, നീ അതിനെ പണം കൊടുത്ത് വാങ്ങിച്ചത് കൊണ്ട് ആ പറഞ്ഞ ജീവി ഇന്നതെല്ലാം പ്രവർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിന്റെ അവകാശമായി നീ കാണുന്നുണ്ട്. ആ പണി എടുക്കുന്നില്ലെങ്കിൽ നീ അതിനെ തിരിച്ചു കൊണ്ട് കൊടുക്കും. അള്ളാഹു തന്ന പണം കൊണ്ട് നീ വാങ്ങിച്ച വസ്തുവിന്റെ കാര്യമാണിത്. അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അവനാണ് നിന്നെ പഠിച്ചത്, അവൻ നിന്റെ ഉടമസ്ഥനാണ്, അവനാണ് നിനക്ക് ജീവൻ നൽകിയത്, അവനാണ് നിനക്ക് ഉപജീവനം നൽകുന്നത്, അവനാണ് നിന്നെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ട് അവൻ നിന്റെ ഉടമസ്ഥനാണ്, നീ അവന്റെ അടിമയാണ്. അടിമക്ക് ഉടമസ്ഥനോട് ബാധ്യതയുണ്ട്. മനസ്സിലായല്ലോ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിനക്ക് എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ നൽകിയിട്ടുള്ളത്. അനുഗ്രഹം നൽകിയവന് നന്ദി കാണിക്കുക എന്നത് ബാധ്യതയാണ് ബുദ്ധിയുള്ള എല്ലാവരുടെയും അരികിൽ, അല്ലേ? ഒരു മനുഷ്യൻ നിനക്ക് ദുനിയാവിൽ എന്തെങ്കിലും 10,000 രൂപ തന്നു, അവന് എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സന്ദർഭത്തിൽ അവനോട് ആ നന്ദി കാണിക്കുക എന്നത് എല്ലാവരും പറയും ഇത് ബാധ്യതയാണ്, നന്ദി കാണിക്കണം. അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ വരെ ചില ആളുകൾ പറയും ആദ്യം ബാപ്പാനോട് ഉമ്മാനോടുള്ള ബാധ്യതയൊക്കെ പറഞ്ഞു പഠിപ്പിക്കുക, അതല്ലെങ്കിൽ ആദ്യം നാട്ടുകാരോട് നല്ലപോലെ നിൽക്കാൻ പറയും. എന്തുകൊണ്ടാണ് നാട്ടുകാരോട് നല്ലപോലെ നിൽക്കുന്നത്? എന്തിനാ മാതാപിതാക്കളോട് നല്ലപോലെ നിൽക്കുന്നത്? അവർ നിന്നോട് നല്ല രൂപത്തിൽ പെരുമാറിയത് കൊണ്ടും നിനക്ക് അവർ നന്മകൾ ചെയ്തതുകൊണ്ടും. അള്ളാഹു ആണ് നിനക്ക് എല്ലാ നന്മകളും നൽകിയത്. നിങ്ങൾക്ക് എന്തൊരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്ന്. അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നത് നിന്റെ മേലുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നത് നിന്റെ ബാധ്യതയാണ്. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള വിശേഷണങ്ങളുള്ളവനാണ്. ഇതൊന്നുമില്ലെങ്കിലും അള്ളാഹു നിന്നെ ഒരു അനുഗ്രഹവും നിനക്ക് നൽകിയിട്ടില്ലെങ്കിലും അവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. നിന്നെ അവൻ പടച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. അള്ളാഹു നിന്നെ സൃഷ്ടിച്ചിട്ടില്ല എങ്കിലും അവൻ സൃഷ്ടിച്ച സൃഷ്ടികളാൽ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹതയുള്ളവനാണ്. നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ബഹളവും ഒച്ചയും ഉണ്ടാക്കുന്ന ആളുകൾ അവരാരുടെ അടിമകളായിരിക്കും പലപ്പോഴും. ഏതെങ്കിലും ഒരുത്തൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് വല്ല സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചാൽ, ഒരു പാട്ട് പാടിയാൽ, പിന്നെ അവൻ നാട്ടിൽ വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവർ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പൗഡറൊക്കെ ഇട്ട് ഇയാളെ കാണാൻ വേണ്ടി തിരക്കിൽ പിടിച്ചു നിന്ന് അവൻ്റെ മുന്നിൽ ഒന്ന് കാണാൻ പറ്റിയാൽ വലിയ സൗഭാഗ്യം, അയാളൊന്ന് ചിരിച്ചാൽ വലിയ ഭാഗ്യം, അവനൊന്ന് വല്ല പേനുണ്ടെന്ന് എഴുതി തന്നാൽ വല്ല. ആരുടെ അടിമയാണ് നീ? ഒരുത്തൻ്റെ അരികിൽ എന്തെങ്കിലും ഒരു ചെറിയ നന്മയുണ്ട് എന്ന് കണ്ടാൽ അവരുടെയൊക്കെ മുൻപിൽ പോയി വീഴുന്നവരാണ് മനുഷ്യർ പൊതുവെ. അള്ളാഹു എല്ലാ നന്മകളുടെയും പൂർണ്ണതയുള്ളവനാണ്, അവൻ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനാണ്. ഈ 3 കാരണങ്ങൾ അള്ളാഹു അവന് ഇബാദത്ത് നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ 3 കാരണങ്ങളാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് അടിമകളുടെ മേലുള്ള അവകാശം അവനത്രയും ആരാധിക്കാനാണ്. വഹഖുൽ ഇബാദി അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅൻ. അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരെ ശിക്ഷിക്കാതിരിക്കുക എന്നത്
അള്ളാഹു അവൻ്റെ അടിമകൾക്ക് നൽകിയ അവകാശമാണ്. അദ്ദേഹം പറഞ്ഞത് അടിമകളുടെ അവകാശമാണെന്ന് പറഞ്ഞോ? ഇല്ല, അള്ളാഹു നൽകിയ അവകാശമാണ്. അള്ളാഹു നൽകിയത് കൊണ്ട് മാത്രമാണ് അത് അവകാശമായത്. നമുക്ക് സ്വയം ചോദിച്ചു വാങ്ങാൻ ഒരു അവകാശവുമില്ല. മുഅ്തസില എന്ന് പറയുന്ന പിഴച്ച കക്ഷി അവർ പറഞ്ഞു, നമ്മൾ ഇബാദത്ത് ചെയ്താൽ ആ ഇബാദത്തിന് പ്രതിഫലം നൽകാൻ അള്ളാഹു ബാധ്യസ്ഥനാണ്. അത് തനിച്ച ഗുരുതരമായ പിഴച്ചവാദമാണ്, പറയാൻ പാടില്ല. അള്ളാഹു തന്ന ഒരു അനുഗ്രഹത്തിന് പകരമായി പോലും അവന് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അള്ളാഹു നൽകിയ കണ്ണ്, അത് ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ സാധിക്കും, അതിന് മാത്രം ഇല്ല. പകരത്തിനു പകരമല്ല, നമ്മുടെ പ്രവർത്തനത്തിന് പകരമല്ല സ്വർഗം. ആണോ? ദുനിയാവിൽ ഏതെങ്കിലും ഒരാൾ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലം വാഗ്ദാനം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അടിമയെ പോലെ 8 മണിക്കൂർ ഓരോ ദിവസവും ലീവ് എടുക്കാതെ പണിയെടുത്താൽ മാസാവസാനം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ് നിങ്ങൾക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, ആരെങ്കിലും ഇമാമിനോടൊപ്പം ഈ നിസ്കാരത്തിൽ മഅമൂമായി നിൽക്കുന്ന സമയത്ത് ആമീൻ എന്നത് ഇമാമിനോടൊപ്പം പറഞ്ഞാൽ, ഇമാമിന്റെ അമീനിനോടൊപ്പം മലക്കുകളുടെ അമീനിനോടൊപ്പം ചേർന്ന് വന്നാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുന്നതാണ്. ഈ പ്രതിഫലം ആർക്കെങ്കിലും വാഗ്ദാനം ചെയ്യാൻ സാധിക്കുമോ? ഒരാൾ അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്ത 30 പ്രതിഫലം. അലിഫ് ലാം മീം പകരത്തിനു പകരമല്ല, സ്വർഗം പകരത്തിനു പകരമല്ല. അല്ലാഹു മഹ്ദു ഫദ്ലിൻ വറഹ്മ, അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും മാത്രമാണ് സ്വർഗം, അല്ല നമുക്ക് അവകാശപ്പെട്ടതല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമകളുടെ അവകാശം എന്ന് പറഞ്ഞത് അള്ളാഹു ഔദാര്യമായി നൽകിയതാണ്. അതല്ലാതെ അടിമകൾക്ക് സ്വയം അള്ളാഹുവിന് മുൻപിൽ ചോദിച്ചു വാങ്ങാവുന്ന ഒരു അവകാശവും അവർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അടിമകൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്താൽ, അവർ ശിർക്ക് ചെയ്യാതിരുന്നാൽ അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നത് അള്ളാഹു അവർക്ക് നൽകിയ അവകാശമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം, അതായത് തൗഹീദ് ചെയ്താൽ തൗഹീദ് പാലിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവുകയില്ല എന്നതിൻ്റെ വിശദീകരണം അടുത്ത അധ്യായങ്ങളിൽ കൂടുതൽ വരുന്നതാണ്. നമുക്ക് ആ സന്ദർഭത്തിൽ നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. ഇത് കേട്ടപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഇത് വലിയ സന്തോഷ വാർത്തയാണ്. ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന വാഗ്ദാനമാണ് ഈ കേൾക്കുന്നത്. വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ കേട്ടിരിക്കുന്നത്. ഒരു മുഅ്മിൻ അവൻ്റെ ഹൃദയം എപ്പോഴും മറ്റുള്ളവരെ നന്മകൾ അറിയിക്കാൻ കൊതിക്കുന്ന ഹൃദയമാണ്. മിഫ്താഹ് ലിൽ ഖൈർ മിഗ്ലാഖ് ലിൽ ശർ, അവൻ നന്മയുടെ താക്കോലാണ്, തിന്മയുടെ പൂട്ടാൻ. ഒരു നന്മ കേട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് എത്തണമെന്ന ആഗ്രഹം അവൻ്റെ ഹൃദയത്തിൽ അങ്ങേറ്റം ഉണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പാലിച്ചവർക്ക് സ്വർഗം നൽകും എന്ന് വാഗ്ദാനം നൽകിയപ്പോൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫലാ ഉബശ്ശിറുൻ നാസ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലെ ജനങ്ങൾക്ക് സന്തോഷ വാർത്തയായി കാര്യം പറഞ്ഞു കൊടുക്കട്ടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തുബശ്ശിർഹും ഫയത്തകിലു, നീ അവർക്ക് സന്തോഷ വാർത്തയായി ഇത് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പറഞ്ഞു കൊടുത്താൽ പിന്നെ അവർ ഈ കേട്ടതുമ്പോ തൂങ്ങി നിൽക്കുകയും അവരൊരിക്കലും ഇബാദത്തുകൾ ചെയ്യാതെ ഇതിൽ മാത്രം ഒതുങ്ങിക്കൂടുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്നീട് മരണത്തിൻ്റെ സന്ദർഭത്തിൽ ഇൽമ് മറച്ചു വെക്കുന്നതിൻ്റെ തിന്മ ലഭിക്കുമോ എന്ന പേടി കാരണത്താൽ മരിക്കുന്ന സമയത്താണ് ഇത് പറഞ്ഞത് എന്ന് ചില റിവായത്തുകളിൽ കാണാം. അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പാഠം എന്താണ്? എല്ലാ ഇൽമും എല്ലാവരോടും പറയാൻ പറ്റില്ല. ചിലത് ചില ആളുകൾക്ക് മാത്രമുള്ളതിന് ചിലത് കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ പിഴക്കാൻ കാരണമാണ്. ഇത് തന്നെ മുആദ് ഇബ്നു ജബൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്.
മുആദ് ഇബ്നു ജബൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെല്ലാവർക്കും അറിയിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അവസാനം പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. അതുകൊണ്ട് ഈ കാര്യം പറയാതെ ഈ ഹദീസ് മറ്റുള്ളവരെ പഠിപ്പിക്കരുത്. അത് കേട്ട് കഴിഞ്ഞാൽ ചില ആളുകൾ ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ അത് കാരണമാകും എന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത്. മാത്രമല്ല ഇതിലുള്ള മറ്റൊരു പാഠം, ഒരു മുസ്ലിം സന്തോഷ വാർത്ത അറിയിക്കാൻ ആഗ്രഹിക്കുന്നവനാകണം. ചില ആളുകൾ കയറി വരുന്നത് കണ്ടാൽ തന്നെ ചിലർക്ക് വിഷമാണ്. കാരണം എന്താ, എന്തെങ്കിലും ദുഃഖവാർത്ത അല്ലാതെ അവന് പറയാനുണ്ടാവില്ല. അങ്ങനെ ആകരുത്. നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ആളുകൾ ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറയും നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് പറയുന്നത് മാത്രം അതിൽ സന്തോഷം കാണുന്ന ആൾക്കാർ ചിലരുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ് വാർത്ത, ഒരു പ്രയാസം അറിയിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടൊന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ആകരുത്. സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവനാണ് മുഅ്മിൻ. ദുഃഖവാർത്തകൾ അറിയിക്കാൻ പ്രയാസമുള്ളവനാണ് അവൻ. അറിയിക്കേണ്ടി വന്നാൽ തന്നെ. ഈ അധ്യായം ഇവിടെ അവസാനിച്ചു. ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യായം അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിച്ച് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു തആല പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.